التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, ഈ പ്രദേശവാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സായാഹ്ന വേളയിൽ ഇവിടെ അവൻ്റെ ദീൻ, അതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പരസ്പരം ഓർമ്മിപ്പിക്കാനും പഠിക്കാനും ഒത്തുചേർന്ന നമ്മുടെ ഈ സംഗമം അല്ലാഹുവിങ്കൽ പ്രതിഫലാർഹമായ പരലോകത്ത് നമ്മുടെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഒരു സൽക്കർമ്മമായി രേഖപ്പെടുത്തുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഏറെ ശ്രേഷ്ഠനായ ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ് മുസ്ലിം ഉമ്മത്തിലെ സാമാന്യം ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റെ നാമം പ്രസിദ്ധമാണ്. ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ അൽ മർറൂദി റഹിമഹുല്ലാഹ് ഒരിക്കൽ ഇമാം അഹ്മദിനോട് ചോദിക്കുകയാണ്, ഒരു ദിവസം തൻ്റെ ഗുരുനാഥനെ പ്രഭാതമുണർന്നപ്പോൾ കണ്ടുമുട്ടി, സലാം പറഞ്ഞു, വിശേഷം അന്വേഷിക്കുകയാണ്. കൈഫ അസ്ബഹ്തും, നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് പ്രഭാതമുണർന്നത്,
എന്താണ് അവസ്ഥ? എന്താണ് ഹാൽ? സാധാരണ മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നതിന് സമാനമായി അറബികൾ പരസ്പരം ചോദിക്കാറുണ്ടായിരുന്നതായിരുന്നു കൈഫ അസ്ബഹ്തും, നിങ്ങൾ ഏതവസ്ഥയിലാണ് നേരം പുലർന്നത്? മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ ചിന്തനീയമായ, വളരെ സാരസമ്പൂർണമായ, അർത്ഥവത്തായ ചില വരികളിലൂടെയാണ് തൻ്റെ ശിഷ്യനായ മറൂദിക്ക് മറുപടി നൽകിയത്. അദ്ദേഹം പറഞ്ഞു, കൈഫ അസ്ബഹ മൻ റബ്ബുഹു യുതാലിബുഹു ബിഅദാഇൽ ഫറാഇദ്. എങ്ങനെയാണ് ഒരാൾ തൻ്റെ റബ്ബ് അവന് നിയമമാക്കിയ, നിർബന്ധമാക്കിയ ബാധ്യതകൾ, റബ്ബിനോടുള്ള കടമകൾ, നിർബന്ധമായ കർമ്മങ്ങൾ, അതവന്റെ റബ്ബ് അവനോട് ആവശ്യപ്പെട്ടവനായി, കൽപ്പിച്ചവനായി, കൽപ്പിക്കപ്പെട്ടവനായി എങ്ങനെയാണ് ഒരാൾ പ്രഭാതമുണരുക? അങ്ങനെ വനബിയുഹു യുതാലിബുഹു ബിഅദാഇ സുന്നഹ്, തന്റെ നബി താൻ ജീവനേക്കാളേറെ, ആരെക്കാളും എന്തിനേക്കാളും ഇഷ്ടപ്പെടേണ്ടുന്ന, സ്നേഹിക്കുന്ന തന്റെ റസൂൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ ജീവിതചര്യ, വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും പെരുമാറ്റ മര്യാദകളിലും നടപടിക്രമങ്ങളിലും മരണം വരെ കാത്തു സൂക്ഷിക്കാൻ തന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടവനായി ഒരാൾ എങ്ങനെയാണോ പ്രഭാതമുണരുന്നത്, അങ്ങനെ വൽമലകാനി യത്ലുബാനിഹി ബിതസ്ഹീഹിൽ അമൽ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അവൻ കൽപ്പിക്കപ്പെട്ടവനായി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് നമ്മെ വഴി നടത്താൻ, സ്വർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്താൻ അവിടുന്ന് നമുക്ക് പകർന്നു നൽകിയ സുന്നത്തുകൾ പ്രാവർത്തികമാക്കപ്പെടേണ്ടവനായി നമ്മൾ പ്രഭാതമുണരുമ്പോൾ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ വാക്കും പ്രവൃത്തിയും നിലപാടും സമീപനവും ഇപ്രകാരം അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ചാണോ എന്നത് പരീക്ഷിക്കാൻ, വീക്ഷിക്കാൻ, അതിനെ രേഖപ്പെടുത്താൻ രണ്ടു മലക്കുകൾ അവന്റെ ഇടവും വലവും സജ്ജരായിരിക്കവേ എങ്ങനെയാണോ അവൻ പ്രഭാതമുണർന്നത് അങ്ങനെ. ശേഷം അദ്ദേഹം തുടർന്നു, വനഫ്സുഹു തുതാലിബുഹു ബിഹവാഹ, അല്ലാഹുവിന്റെ കൽപ്പനകളുണ്ട് ഇവിടെ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ട് ഇവിടെ, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് രേഖപ്പെടുത്താൻ അല്ലാഹു സജ്ജരാക്കിയ സൂക്ഷ്മ നിരീക്ഷകരായ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നമ്മുടെ ഇടവും വലവും ഉണ്ട് ഇവിടെ, ഓരോ മനുഷ്യന്റെയും കൂടെ. എന്നാൽ വനഫ്സുഹു തുതാലിബുഹു ബിഹവാഹ, നമ്മുടെ ശരീരം, നമ്മുടെ നഫ്സ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ദേഹം, നമ്മുടെ ദേഹി നമ്മോട് മന്ത്രിക്കുന്നതാകട്ടെ അതിന്റെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ ഇച്ഛകളാണ്. ഒരുപക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അതെതിരാകാം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അവിടുത്തെ സുന്നത്തിന്റെ മാർഗത്തിനോട് എതിരാകാം. നമ്മുടെ നഫ്സ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം അതിന്റെ ഇഷ്ടങ്ങൾ നമ്മോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രഭാതമുണർന്നു. അതേ മനസ്സിന്റെ ഇഷ്ടങ്ങൾ, നഫ്സിന്റെ താല്പര്യങ്ങൾ, അതിന് കോപ്പുകൂട്ടാൻ, അതിലൂടെ മനുഷ്യനെ വഴിപഴപ്പിക്കാൻ, നരകത്തിലേക്ക് ആനയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വച്ച മനുഷ്യന്റെ ചിരവൈരിയായ ശത്രു
സാക്ഷാൽ ഇബ്ലീസ്, പിശാച് അവന്റെ ദുർമന്ത്രണങ്ങൾ, തോന്നിവാസങ്ങളിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ട് നമ്മുടെ പിന്നാലെയുണ്ട്. അങ്ങനെ നേരം പുലർന്നിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, എന്ത് മനോഹരമായ വാചകങ്ങളും മറുപടിയുമാണത്. എത്ര ചിന്തനീയമാണിത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ? പാലിക്കാൻ നമ്മൾ ബദ്ധശ്രദ്ധരാകാൻ, അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളും വാക്കുകളും അണുകിട രേഖപ്പെടുത്താൻ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച മലക്കുകൾ നമ്മോടൊപ്പമുണ്ട്. എന്നാൽ നമ്മുടെ നഫ്സ്, നമ്മുടെ ദേഹേച്ഛകൾ നമ്മോട് തോന്നിവാസത്തിലേക്ക് മന്ത്രിക്കുന്നുണ്ട്. പിശാച് അവന്റെ ദുർബോധനങ്ങൾ, വൃത്തികേടുകൾ, ഹറാമുകൾ അഴിച്ചുവിട്ട് നമ്മെ നരകത്തിലേക്ക് നയിക്കുന്നുണ്ട്. വമലകുൽ മൗതി യുറാഖിബു ഖബ്ദ റൂഹിഹി. അതോടൊപ്പം നമ്മൾ അശ്രദ്ധയിലായേക്കാം. നമ്മൾ പിശാചിന്റെ വിളിക്ക് ഉത്തരം ചെയ്തേക്കാം. നമ്മുടെ നഫ്സിന്റെ തെറ്റിനോട് ചാഞ്ഞ പ്രകൃതത്തിൽ നമ്മൾ ചിലപ്പോൾ ആണ്ടുപോയേക്കാം. ഒരു വേള അള്ളാഹുവിനെ മറന്നേക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നമ്മൾ അഗണ്യകോടിയിലേക്ക് തള്ളിയേക്കാം. പക്ഷേ പരമമായ യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? വമലകുൽ മൗതി യുറാഖിബു ഖബ്ദ റൂഹിഹി. മലക്കുൽ മൗത്ത്, നമ്മുടെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു നിശ്ചയിച്ച മരണത്തിന്റെ മലക്ക് നമ്മെ പതിയിരുന്ന്, അവസരം പാത്തിരുന്ന് നമ്മുടെ റൂഹിനെ പിടിക്കാൻ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയാണ് നേരം പുലർന്നത് എന്ന് മഹാനായ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ് തന്റെ ശിഷ്യനായ മറൂദിക്ക് മറുപടി നൽകുകയാണ്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. സത്യത്തിൽ ഇങ്ങനെയാണ് ഓരോ മനുഷ്യനും നേരം പുലരുന്നത്, രാത്രിയാകുന്നത്, പ്രഭാതമുണരുന്നത്, പ്രദോഷമാകുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ യാഥാർത്ഥ്യത്തെപ്പറ്റി? സത്യത്തിൽ നമ്മുടെ ജീവിതവും നമ്മുടെ രാപ്പകലുകളും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്കൊത്ത് നമ്മുടെ അവധി തീർന്നാൽ നമ്മൾ ഈ ദുനിയാവിനോട് എന്നേക്കുമായി വിട പറയുന്ന മരണമെന്ന യാഥാർത്ഥ്യവുമെല്ലാം പരീക്ഷണമാണ്. അക്ഷരാർത്ഥത്തിൽ പരീക്ഷണം. ഇത് നിശ്ചയിച്ച ഈ ദുനിയാവ്, ഐഹിക ലോകം, അത് പരീക്ഷണാലയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞില്ലേ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. സമഗ്രാധിപത്യവും സർവാധികാരവും ആരുടെ കയ്യിലാണോ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, സർവശക്തനാണ്. അവൻ ആരാണോ അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ് അവൻ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവൻ ജീവനത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ. എന്തിനു വേണ്ടി? എന്തിനാണ് നമുക്ക് ഈ ജീവിതം? എന്തിനാണ് അതിനന്ത്യം കുറിച്ച് ജീവിതത്തിന് തിരശീല വീഴുന്ന മരണമെന്ന യാഥാർത്ഥ്യം എന്തിന്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഈ ജീവിത മരണത്തിനിടയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനും അങ്ങേയറ്റം പുറത്തു നൽകുന്നവനുമാണ്. അസീസും ഗഫൂറുമാണ് അവൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതവും മരണവും പരീക്ഷണമാണ്. ഏറ്റവും നന്നായി ജീവിച്ചു മരിക്കുന്നതിനിടയിൽ പ്രവർത്തിക്കുന്നവൻ ആരാണ്, അഹ്സനു അമൽ കാഴ്ചവെക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിച്ചറിയാനുള്ള പരീക്ഷണം. ഈ പരീക്ഷണത്തിൽ നിന്ന് ഓരോ മനുഷ്യനും ദുനിയാവിൽ മരണത്തോടെ വിടവാങ്ങുന്നു. മരിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലെ പരീക്ഷണം അവസാനിക്കുന്നു.
അതിന്റെ അനന്തരഫലമായി ഖബറിൽ ഒരു പക്ഷേ അതിനേക്കാൾ വലിയ പരീക്ഷണം ഒരാൾ നേരിട്ടേക്കാം. മലക്കുകളുടെ ചോദ്യം ചെയ്യൽ ഖബറിലെ ഭയാനകമായ പരീക്ഷണമാണ്. അതിനുശേഷം ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യരും ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ജനിച്ചപടി വിവസ്ത്രനായി, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, നഗ്നപാതകനായി, ചെരുപ്പില്ലാതെ, ഒരു ന്യൂലിഴ പോലും ഇല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അവിടെ വിചാരണ ചെയ്യപ്പെടുന്നു. നന്മ തിന്മകൾ തുലാസിലേറ്റപ്പെടുന്നു. അവിടെയാണ് ഈ പരീക്ഷണത്തിന്റെ ഫലപ്രഖ്യാപനം. ഈ പരീക്ഷണത്തിന്റെ മൂല്യനിർണയം അള്ളാഹുവിന്റെ കോടതിയിലാണ്, പരലോകത്താണ്, മഹ്ശറ വൻസഭയിലാണ്. ജയവും പരാജയം വിധിക്കപ്പെടുന്നത് അവിടെയാണ്. ഭാഗ്യനിർഭാഗ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അവിടെയാണ്. രക്ഷയും ശിക്ഷയും സമ്പൂർണമായി വിധിക്കപ്പെടുന്ന, വ്യവച്ഛേദിക്കപ്പെടുന്നത് അവിടെയാണ്, മഹ്ശറിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, മുസ്ലിമീങ്ങളെ, അതല്ലാത്തവരെ, സ്ത്രീകളെ, പുരുഷന്മാരെ, കുട്ടികളെ, യുവാക്കളെ, നമ്മുടെ ജീവിതം, ഈ ദുനിയാവിലെ ജീവിതം പരീക്ഷണമാണ്. നമ്മൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവിതം നൽകിയത് അവനിലേക്ക് തന്നെ നമ്മെ മടക്കി വിളിക്കാനാണ്. ദുനിയാവോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. ദുനിയാവ് തുടക്കം മാത്രമാണ്. നമ്മുടെ പരീക്ഷണത്തിന്റെ തുടക്കം നാം നടേ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു ചോദിച്ചില്ലേ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അവർ വിചാരിക്കുന്നുണ്ടോ നാം അവരെ വൃഥാ സൃഷ്ടിച്ചതാണെന്ന്, വെറുതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടതാണെന്ന്? ദുനിയാവിൽ ജനിച്ചു, ദുനിയാവിൽ ജീവിച്ചു, ദുനിയാവിൽ തന്നെ മരിച്ചു. ദുനിയാവിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നവരാകാനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്? അല്ലാഹു വെറുതെ നമ്മെ സൃഷ്ടിച്ചിട്ടില്ല. അവനിലേക്ക് നമ്മെ മടക്കപ്പെടുകയില്ല എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് വെറുതെയല്ല. സഹോദരങ്ങളെ, ഇനി സംസാരിക്കാനുള്ള വിഷയത്തിന്റെ പ്രസക്ത ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ഞാൻ 3 സുപ്രധാനമായ ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. എല്ലാ മനുഷ്യരും, എന്റെ ശബ്ദം കേൾക്കുന്ന നാനാജാതി മനുഷ്യരും, നമ്മുടെ കുട്ടികളെ മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്ത്രീകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചെറിയ മക്കളെ പിഞ്ചുപ്രായത്തിൽ അവർക്കിടവും വലവും തിരിച്ചറിയാൻ സാധിക്കുന്ന, ഉമ്മ ഉപ്പ എന്നൊരുവിടാൻ, സംസാരിക്കാൻ വിവേചനശേഷി എത്തുന്ന പ്രായമെത്തിക്കഴിഞ്ഞാൽ അവരുടെ കാതുകളിൽ നമ്മൾ ഓതിക്കൊടുക്കേണ്ടുന്ന 3 ചോദ്യങ്ങളും അതിനുള്ള 3 ഉത്തരങ്ങളും കുറിച്ചു വെക്കണം നിങ്ങൾ. ഒന്നാമതായി സഹോദരങ്ങളെ, നാം എവിടെ നിന്ന് വന്നു? നാം എങ്ങനെ ഭൂമിയിലെത്തി? നമ്മൾ എവിടെ നിന്ന് വന്നു? നമ്മൾ ആരും സ്വയം ഉണ്ടായവരല്ല. നമ്മൾ ആരും സ്വയം ഭൂവായവരല്ല. നമ്മെ നാം തന്നെയല്ല സൃഷ്ടിച്ചത്. നാമല്ല നമ്മെ സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിച്ചതുപോലെ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവർ സ്വയം ഭൂവായവരാണോ, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചവർ? ആണോ? നമ്മെ നാം തന്നെയാണോ സൃഷ്ടിച്ചത്? അതല്ല ഇവിടുത്തെ ശാസ്ത്രത്തിന്റെ വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യാദൃശ്ചികമായി എല്ലാം സ്വയം ഉണ്ടായതാണോ? ഒരു വലിയ പൊട്ടിത്തെറിയിൽ, മഹാവിസ്ഫോടനത്തിൽ അത് ആകാശത്തിന്റെ സ്ഥാനത്ത് പോയി നിന്നു, ഭൂമിയുടെ സ്ഥാനത്തും, ഗ്രഹങ്ങൾ അങ്ങനെ, സൂര്യൻ ഇങ്ങനെ, ചന്ദ്രൻ ഇങ്ങനെ, പർവ്വതങ്ങളും കാനനങ്ങളും കാട്ടാറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടി പ്രതിഭാസങ്ങളുമെല്ലാം തീർത്തും യാദൃശ്ചികമായി ഇങ്ങനെ സ്വയംഭൂവായതാണോ? ഒരു പുൽക്കൊടി പോലും ഇവിടെ സ്വയം ഉണ്ടാകുന്നില്ല. അവയെല്ലാം അവയെ സൃഷ്ടിച്ചത്. അല്ലാഹു ചോദിച്ചില്ല, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഒരു പ്രസ്താവ്യമായ സംഗതി എന്ന് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം മനുഷ്യ നിനക്കുണ്ടായിരുന്നു. നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ, ഇന്ന സംഗതി എന്ന് നിർവചിക്കാൻ പറ്റാത്ത ശുദ്ധ ശൂന്യത,
അതിൽ നിന്നാണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നു. സൂറത്തുൽ ഇൻസാനിന്റെ തുടക്കത്തിൽ അള്ളാഹു ചോദിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. ശുദ്ധ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്. ഒരു 100 വർഷം മുമ്പ് ഈ പ്രദേശത്തെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ കാണുന്ന നമ്മളുണ്ടോ? ഇവിടുത്തെ പുരോഗമനങ്ങളുണ്ടോ? ഈ മാറ്റങ്ങളുണ്ടോ? എന്തായിരുന്നു 100 വർഷം മുമ്പുള്ള നമ്മുടെ അവസ്ഥ? ഈ പ്രദേശത്തെ മനുഷ്യരുടെ അവസ്ഥ? പിന്നീട് ഈ കാണുന്നതെല്ലാം ഉണ്ടായി. നാം അടങ്ങുന്ന മനുഷ്യർ പിറവി കൊണ്ടു. നമ്മൾക്ക് മക്കളുണ്ടായി, പലർക്കും പേരമക്കൾ ഉണ്ടായി. പല മാറ്റങ്ങളും പ്രപഞ്ചത്തിൽ സംഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മെ സൃഷ്ടിച്ചു. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. അല്ലാഹു പറഞ്ഞില്ലേ, നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു തെറിച്ചു വീഴുന്ന, കൂടിച്ചേർന്ന് അറപ്പളവാക്കുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, ഒരു ബീജഗണത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ബീജഗണമായിരുന്നു നാം, ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു നാം. അതിനു മുമ്പ് ശുദ്ധ ശൂന്യതയിലായിരുന്നു നാം. അള്ളാഹു അതിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു. ഫജഅൽനാഹു സമീഅൻ ബസീറ. നമുക്ക് കാഴ്ചയും കേൾവിയും ബുദ്ധിയും വിവേകവും വിവേചന ശേഷിയും അവൻ തന്നു. അതുകൊണ്ട് നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാലുള്ള ഉത്തരം അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് വിധേയമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ പുൽക്കൊടിയും. ഒന്നും താനെ ഉണ്ടായതല്ല, ഒരാളും അവരെ തന്നെ സൃഷ്ടിച്ചവയുമല്ല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു. അതാണ് അതിനുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, എന്തിനു വന്നു? എന്തിന് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു? എന്തിനാണ് ഈ ജീവിതം? എന്തിനാണ് ഈ മരണം? തുടക്കത്തിൽ നമ്മൾ അതിലേക്ക് സൂചന നൽകി. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ജീവിച്ചു മരിക്കുന്നതിനിടയിൽ ഏറ്റവും നന്നായി, ഏറ്റവും അധികം എന്നല്ല, ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമല എന്നല്ല, ഏറ്റവും ധാരാളമായി പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാനല്ല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരെ പരീക്ഷിക്കാൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു ജിന്നിനെയും ഒരു ഇൻസിനെയും, ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, എനിക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിയല്ലാതെ, അള്ളാഹുവിന് മാത്രം വകവെച്ച് നൽകേണ്ടത് അവന് മാത്രം വകവെച്ച് നൽകാൻ വേണ്ടിയല്ലാതെ ഒരു മനുഷ്യരെയും ഒരു ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യവും ലക്ഷ്യവും പറയുന്നു. അതുകൊണ്ട് എന്തിന് നമ്മൾ ഇവിടെ വന്നു? എന്തിന് നാം പിറവി കൊണ്ടു? എന്തിന് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചു? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ. ആരാധനകൾ അഖിലവും അതിന്റെ ഏതേതംശവും അള്ളാഹുവിന് മാത്രം വകവെച്ച് നൽകാൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ, അവന് മാത്രം നേർച്ചയാക്കാൻ, അവന് വേണ്ടി മാത്രം ബലിയെറുക്കാൻ, മറ്റാരെക്കാളും അവനെ മാത്രം ഭയക്കാൻ, മറ്റാരെക്കാളും അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കാൻ, കാര്യങ്ങൾ അവനിൽ മാത്രം ബലമേൽപ്പിക്കാൻ, വിനയവും താഴ്മയും സ്നേഹവും ഭയഭക്തിയും അവന് മാത്രം സമ്പൂർണമായി സമർപ്പിക്കാൻ, ജീവിതവും മരണവും മുച്ചൂടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം സമർപ്പിക്കാൻ. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക നബിയെ, എന്റെ നിസ്കാരവും എന്റെ ബലിയും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ആരാധനകൾ അഖിലവും ലില്ലാഹി റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് വേണ്ടി മാത്രം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് ഈ ലക്ഷ്യം സാർത്ഥകമാക്കാൻ, ഈ നേട്ടം സാധൂകരിക്കാൻ, ഇത് യാഥാർത്ഥ്യമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഏറ്റവും നന്നായി അവന്റെ ഏകത്വം അംഗീകരിച്ച് അവന് മാത്രം ആരാധനകൾ വകവെച്ചു കൊടുത്ത് അഹ്സനു അമല, ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാൻ, നന്മകൾ പ്രവർത്തിക്കാൻ, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ നാം എന്തിനു വന്നു എന്ന രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. മൂന്നാമതായി സഹോദരങ്ങളെ, എവിടേക്കാണ് നമ്മുടെ മടക്കം? എവിടേക്കാണ് നമ്മുടെ മടക്കം? ജനിച്ചു, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു, ജീവിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ആരാധനകൾ അർപ്പിച്ച് അവന്റെ ഏകത്വം അംഗീകരിച്ച് നന്മകൾ ഏറ്റവും മനോഹരമായി കാഴ്ചവെക്കാൻ ജീവിക്കുന്നു. ശരി, ഈ ജീവിതത്തിന് അവസാനമുണ്ടായാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ
എവിടേക്കാണ് നമ്മുടെ മടക്കം? സംശയം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണ് ഓടിയകലുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങൾ ഉള്ളിടത്ത് നിങ്ങളെ വന്ന് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ഭദ്രമായ കോട്ടക്കൊത്തളങ്ങളിൽ സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയിൽ ഓടി ഒളിച്ചാലും ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന, രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക്, അവന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. വയുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ജീവിച്ചു മരിച്ചതിനിടയിൽ നിങ്ങൾ പ്രവർത്തിച്ചത് എന്താണ്? നന്മയാണോ തിന്മയാണോ? ഖൈറാണോ ഷർറാണോ? പുണ്യമാണോ ദോഷമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിങ്ങളെ വിവരം അറിയിക്കും. അതിന്റെ പേരിൽ നിങ്ങൾക്ക് വിധി നിർണയം നടത്തും. നിങ്ങൾക്ക് രക്ഷയും ശിക്ഷയും സ്വർഗവും നരകവും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. അപ്പോൾ എങ്ങോട്ടേക്കാണ് മടക്കം? അല്ലാഹുവിലേക്ക്, പരലോകത്തേക്ക്, ഒരിക്കലും മരിക്കാത്ത നിത്യനിതാന്തമായ അവസാനമില്ലാത്ത അറ്റമില്ലാത്ത മഹാജീവിതയാനത്തിലേക്ക്, അല്ലാഹുവിലേക്ക് നാം നയിക്കപ്പെടും. ഇതാണ് എവിടേക്ക് നമ്മൾ മടങ്ങുന്നു എന്നതിന്റെ ഉത്തരം. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ അവൻ ജനിച്ച് ജീവിച്ചു മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ലക്ഷ്യത്തെയും ലക്ഷ്യബോധത്തെയും അവന്റെ ആത്യന്തികമായ ഉദ്ദേശങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന മഹത്തായ 3 അടിത്തറകളാണിത്. നാം എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങോട്ടേക്ക് പോകുന്നു? അതിനുള്ള ഉത്തരം നാം പറഞ്ഞു കഴിഞ്ഞു. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. അവന് മാത്രം നന്മകൾ കാഴ്ചവെച്ച് അവന്റെ ഏകത്വം അംഗീകരിച്ച് നമ്മൾ ജീവിക്കണം. അവനിലേക്ക് ഒരു നാൾ വിധി വന്നെത്തിയാൽ മടങ്ങുമെന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. എങ്കിൽ എങ്ങനെ ആ മടക്കയാത്രയിൽ നമുക്ക് രക്ഷപ്പെടാം? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്, ആ ചോദ്യത്തിനുള്ള വിവരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ സംസാരത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. തൗഹീദും സുന്നത്തും അതിന്റെ മഹത്തായ സാക്ഷ്യങ്ങളാണ്. ആദ്യ ഭാഗം ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം അനുഷ്ഠിക്കാം? ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാനാണ്. എങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നാക്കാം? എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ജീവിതം നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാം? അല്ലാഹുവിലേക്കുള്ള മടക്കയാത്ര അതേറ്റവും സുരക്ഷിതമായ വിജയതീരത്തെ കടുപ്പിക്കാം. എന്താണ് അതിനുള്ള ഉത്തരം? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങൾക്കുമേൽ, 5 തൂണുകൾക്കുമേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിലൊന്നാമത്തെ കാര്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന 2 ഷഹാദത്ത് കലിമകളാണ്. അതിനുശേഷമാണ് നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? എന്തിനാണ് ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാമിന്റെ സുപ്രധാനങ്ങളായ സ്തംഭങ്ങൾ അത് പഠിപ്പിക്കുമ്പോൾ നിസ്കാരത്തിനും നോമ്പിനും സകാത്തിനും ഹജ്ജിനും മുമ്പ് 2 ഷഹാദത്ത് കലിമകൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന 2 ഷഹാദത്ത് കലിമകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഈ ഷഹാദത്ത് കലിമകൾ അതിന്റെ താല്പര്യമാണ് തൗഹീദും സുന്നത്തും. ഇത് നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങൾക്കും ആധാരമാണ്, അടിത്തറയാണ്, നിബന്ധനയാണ്. നമ്മൾ നിസ്കരിക്കുന്നുവെങ്കിൽ, നമ്മൾ നോമനുഷ്ഠിക്കുന്നുവെങ്കിൽ, നമ്മൾ സാമ്പത്തികമായ സകാത്ത് നിർവഹിക്കുന്നുവെങ്കിൽ, നമ്മൾ ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ, ഏതൊരു നന്മ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിലും അത് സ്വീകരിക്കപ്പെടാൻ, അല്ലാഹുവിങ്കൽ അത് നന്മയായി രേഖപ്പെടുത്തപ്പെടാൻ, പരലോകത്ത് നന്മയുടെ തുലാസിൽ അത് കനം തൂങ്ങാൻ, അത് കാരണമായി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അടിത്തറയായി, അടിത്തറയായി, നിബന്ധനയായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമകൾ സ്ഥാപിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദ് റസൂലുള്ള എന്ന അച്ചിൽ വാർത്തെടുക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെ, നിസ്കാരമേ, നോമ്പേ, സകാത്തെ, ഹജ്ജേ അള്ളാഹുവിൽ സ്വീകാര്യമാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഷഹാദത്ത് കലിമകളിൽ ആദ്യത്തേതായി, ഇസ്ലാം കാര്യങ്ങളിൽ ആദ്യത്തേതായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഇരു ഷഹാദത്ത് കലിമകൾ പഠിപ്പിക്കപ്പെട്ടത്. സഹോദരങ്ങളെ, അതിലാദ്യ ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. അതാണ് തൗഹീദ്. ആ തൗഹീദിനെ നിങ്ങൾ വിശദമായി കേട്ടു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹഖാണ്. അല്ലാഹുവിനോട് അവന്റെ അടിമകൾ, മനുഷ്യർ മുഴുവൻ അവർ നിറവേറ്റേണ്ടുന്ന അവനോടുള്ള കടമയാണ്. ഒരിക്കൽ മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ വാഹനമൃഗത്തിന്റെ പുറത്ത് പിന്നിലായി യാത്ര ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ മുആദ് ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്? ഓ മുആദ്, അല്ലാഹുവിന്റെ അടിമകൾക്കുമേൽ അല്ലാഹുവിനോടുള്ള നിർബന്ധമായ ബാധ്യത, കടമ എന്താണെന്ന് താങ്കൾക്കറിയുമോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അയഅബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിന്റെ അടിമകൾക്കുമേൽ അല്ലാഹുവിനോട് നിർബന്ധമായ ബാധ്യത, കടമ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ആരാധനകൾ അഖിലവും അല്ലാഹുവിന് മാത്രം വകവെച്ച് നൽകുക, പുണ്യപ്രവർത്തികൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രീതിയും തൃപ്തിയും പ്രതിഫലവും സ്വർഗവും മാത്രം മോഹിച്ചുകൊണ്ട് നിർവഹിക്കുക. വലാ യുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിന് നൽകുന്ന ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ, സഹായത്തേട്ടങ്ങളിൽ, രക്ഷാചോദ്യങ്ങളിൽ, നേർച്ചയിൽ, ബലിയർക്കലിൽ, ഭയത്തിൽ, പ്രതീക്ഷയിൽ, സ്നേഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം പങ്കാളികളെ, ശിർക്കിനെ സ്ഥാപിക്കാതിരിക്കുക, അല്ലാഹുവോടൊപ്പം യാതൊരാളെയും പങ്കുവെക്കാതിരിക്കുക. ഇതാണ് അല്ലാഹുവിനോട് അവന്റെ അടിമകൾ നിർവഹിക്കേണ്ടുന്ന നിർബന്ധമായ ബാധ്യത. ഇതാണ് തൗഹീദ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ ആദ്യ ഭാഗത്തിന്റെ താല്പര്യം. ഇത് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ ഷർത്താണ്, ഒന്നാമത്തെ നിബന്ധനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പരസ്പരം പലരോടും ബാധ്യതകൾ ഉണ്ടാകും, കടമകൾ ഉണ്ടാകും. മാതാപിതാക്കളോട് മക്കൾക്ക് ബാധ്യതയുണ്ട്, തിരിച്ചു മക്കൾക്ക് മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്. മുതിർന്നവർക്ക് ചെറിയവരോടും, ചെറിയവർക്ക് മുതിർന്നവരോടും, ഭരണാധികാരിക്ക് ഭരണീയരോടും, ഭരണീയർക്ക് ഭരണാധികാരികളോടും, സർവ മനുഷ്യരും പരസ്പരം ബാധ്യതകളാൽ നിയമിക്കപ്പെട്ടവരാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അവർക്കിടയിൽ ബാധ്യതകൾ, കടമകൾ, കടപ്പാടുകൾ. സഹോദരങ്ങളെ, എല്ലാ കടമകൾക്കും മുകളിൽ, എല്ലാ ബാധ്യതകൾക്കും മുകളിൽ, എല്ലാ അവകാശങ്ങൾക്കും മുകളിൽ നമ്മെ പടച്ച, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൂന്യതയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച ആകാശഭൂമികളെ സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോടുള്ള ബാധ്യത, കടമ നമ്മുടെ ജീവിതത്തിൽ മുകളിൽ സ്ഥാപിക്കണം. അള്ളാഹുവിനോടുള്ള കടമ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ദുനിയാവിൽ ആരോടുള്ള ബാധ്യത നമ്മൾ നിർവഹിച്ചാലും അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, വൃഥാവിലാണ്, പാഴാണ്. മാതാപിതാക്കളെ നന്നായി പോറ്റുന്ന മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള കടമകൾ പാലിക്കുന്ന ദമ്പതികൾ, സമൂഹത്തിലുള്ള ബാധ്യതകൾ, ആ വിഷയത്തിൽ അറിയപ്പെട്ട നീതിമാനായ ഒരു ഭരണാധികാരി ആരുമാകട്ടെ, അവന് പടച്ച് അവന് ജീവിതം നൽകിയ, അവന് മാതാപിതാക്കളെ നൽകിയ, അവന് വായും വെള്ളവും വെളിച്ചവും നൽകിയ, അവന് ഭാര്യയെയും കുടുംബത്തെയും മക്കളെയും നൽകിയ, അവനെല്ലാം നൽകിയ റബ്ബിനോടുള്ള ബാധ്യതയാകുന്ന തൗഹീദ് അത് പാലിച്ചില്ലെങ്കിൽ അവന്റെ മറ്റു കടമകൾ അവൻ എത്ര പൂർണ്ണതയിൽ നിർവഹിച്ചാലും അത് ബാത്തിലാണ്, അത് നിരർത്ഥകമാണ്, അത് അർത്ഥശൂന്യമാണ്, അത് പ്രതിഫലത്തിൽ നിന്ന് അന്യമാണ്, അതൊരു നന്മയേ ആകുകയില്ല, അത് പാഴാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, തൗഹീദിനെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ സമ്പൂർണമായി നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന ബാധ്യത നമ്മെ പടച്ച റബ്ബിനോടുള്ള ബാധ്യതയാണ്. അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഷഹാദത്ത് കലിമയുടെ ആദ്യ പാതി. സഹോദരങ്ങളെ, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്.
അള്ളാഹു കഴിഞ്ഞാൽ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ പടപ്പുകൾ, അവർക്കിടയിൽ നമുക്കേറെ ബാധ്യതയുള്ളത്, കടമയുള്ളത്, കടപ്പാടുള്ളത് അള്ളാഹുവിലേക്ക് നമ്മെ ക്ഷണിക്കാൻ അവൻ നമ്മിൽ നിന്ന് തെരഞ്ഞെടുത്തയച്ച നമ്മുടെ റസൂൽ സയ്യിദുന വ ഹബീബുന വ ഇമാമുന വ ഖുദ്വതുന വ ഖുർറത്തു അയുനിന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു വസല്ലമുഹു അലൈഹി. ആ റസൂലിനോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ, സൃഷ്ടികളിൽ നമുക്കേറെ ബാധ്യതയുള്ളത്, കടമയുള്ളത്, കടപ്പാടുള്ളത് നമ്മുടെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ റസൂലിനെ കഴിഞ്ഞേ സൃഷ്ടികളിൽ ആരോടും നമുക്ക് ബാധ്യതയും കടമയുമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മുഅ്മിനീങ്ങൾ, അല്ലാഹുവിലും റസൂലിലും പരലോകത്തിലും സ്വർഗ്ഗനരകങ്ങളിലും ഈമാനുള്ളവർ, വിശ്വാസം അടിയുറച്ചവർ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിക്കുക വഴി അള്ളാഹു അവർക്ക് അനുഗ്രഹം വാരിക്കോരി നൽകി. അള്ളാഹു അവരെ ആദരിച്ചു. ഈ ആയത്തിനെ വിശദീകരിക്കവേ ഖുർആൻ വ്യാഖ്യാതാക്കൾ അഖിലവും പറയുന്നു, മുഫസ്സിറുകൾ മുഴുവൻ പറയുന്നു, ഒരു മുസ്ലിമിന് അല്ല, ഒരു മനുഷ്യന് ഈ ഐഹിക ലോകത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും സമ്പൂർണമായ, ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും മഹനീയമായ, ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരിൽ നിന്ന് തന്നെയുള്ള മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ നിയോഗിച്ചു എന്നുള്ളത്. ദുനിയാവിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ആ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ അംഗമാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത്. അവിടുന്ന് അള്ളാഹുവിന്റെ ആയത്തുകൾ നമ്മളെ ഓതി കേൾപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് പരിശുദ്ധ ഖുർആൻ, അവിടുത്തെ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള വിജ്ഞാനങ്ങൾ, സുന്നത്ത്, ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു. അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അല്ലാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മിലേക്ക് നിയുക്തനായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്. അല്ലെങ്കിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കില്ലായിരുന്നു. നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നത്, നമ്മൾ 5 നേരം അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് ബാങ്കുലികൾ കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സാഷ്ടാംഗം നമിക്കാൻ മസ്ജിദിലേക്ക് ഒഴുകിയെത്തുന്നത്, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ നമുക്ക് സാധിച്ചത്, മുസ്ലിം എന്ന നാമകരണം നമുക്ക് നൽകപ്പെട്ടത്, ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം മുറുകെ പിടിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്, തിന്മകളും തോന്നിവാസങ്ങളും സാമൂഹികമായ അധാർമികതകളും അസാന്മാർഗികതകളും കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ പേടിച്ച്, സ്വർഗത്തെ മോഹിച്ച്, പരലോകത്തെ ഭയന്ന് അള്ളാഹുവിന് വേണ്ടി ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് മാനസിക ത്വരയുണ്ടായത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് നിയുക്തനായത് കൊണ്ടാണ്. ഒരു വാപ്പക്കും, ഒരു ഉമ്മക്കും, ഒരു മകനും, ഒരു മകൾക്കും, ഒരു മാതാപിതാക്കൾക്കും അല്ല, ഒരു നേതാവിനും, ഒരു ഭരണാധികാരിക്കും, ഒരു പടപ്പിനും, ഒരു തങ്ങൾക്കും, ഒരു ഹോജക്കും, ഒരു ഉസ്താദിനും, ഒരു മൗലവിക്കും നമുക്ക് സമ്മാനിക്കാൻ സാധിക്കാത്ത അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം വഴി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ എത്ര വലുപ്പമുള്ളതാണ്, എത്ര ആഴത്തിലുള്ളതാണ്, എത്ര പരപ്പാണ് സമുദ്രത്തിനുള്ളത്. അതുകൊണ്ട് റസൂലിനോളം നമുക്ക് കടമയുള്ള മറ്റൊരു പടപ്പുമില്ല, മറ്റൊരു സൃഷ്ടിയുമില്ല. സഹോദരങ്ങളെ, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ 2ാമത്തെ പാതി അത് സാക്ഷാത്കരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള കടമകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ, ആരാധനകൾക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹുവിന് മാത്രം ആരാധനകൾ അഖിലവും അല്ലാഹുവിന് മാത്രം, ഒരു പടപ്പിനും അതിന് അവകാശമില്ല. ലാ നബിയ്യുൻ മുർസലുൻ വലാ മലക്കുൻ മുഖറബുൻ, അല്ലാഹു നിയോഗിച്ചയച്ച സാക്ഷാൽ നമ്മുടെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാകട്ടെ, അല്ലാഹുവിൽ നിന്ന് മുർസലീങ്ങൾക്ക് വഹയുമായി ഇറങ്ങിയ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത സാക്ഷാൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാകട്ടെ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അമ്പിയാക്കളിൽ ഏറ്റവും ഉത്തമൻ, മുർസലീങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പോലും
പാപസുരക്ഷിതരായ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിൽ പോലും ആരാധനയുടെ ഒരംശവും അല്ലാഹുവിനല്ലാതെ ഇവർക്ക് പോലും വകവെച്ച് നൽകാൻ അവകാശമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. മുഹമ്മദുൻ റസൂലുള്ളാഹി എന്നതിന്റെ അർത്ഥം പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലുള്ളാഹ്. പിൻപറ്റപ്പെടാൻ, അനുധാവനം ചെയ്യപ്പെടാൻ, മാതൃകയാക്കപ്പെടാൻ, സമ്പൂർണമായി ചോദ്യം ചെയ്യാതെ സംശയലേശമന്യേ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി അനുസരിക്കപ്പെടാൻ അർഹതയുള്ളത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിലെ തൗഹീദ്. ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, അർത്ഥശങ്കക്കിടയില്ലാതെ പിൻപറ്റപ്പെടാൻ, മാതൃകയാക്കപ്പെടാൻ, അനുസരിക്കപ്പെടാൻ, അനുധാവനം ചെയ്യപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അർഹതയുള്ളൂ. ഒരു മനുഷ്യനും, ഒരു പടപ്പിനും, ഒരു നേതാവിനും, ഒരു ഭരണാധികാരിക്കും, ഒരു രാജാവിനും അധികാരമില്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പിൻപറ്റുന്നുവെങ്കിലല്ലാതെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അനുസരിക്കുന്നുവെങ്കിലല്ലാതെ. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാതിയിലെ തൗഹീദാണ്. ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ബാധ്യതകളുണ്ട്. അള്ളാഹുവിനോടുള്ള തൗഹീദിൽ അധിഷ്ഠിതമായ കടമകൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാതിയോടുള്ള നമ്മുടെ ബാധ്യതകൾ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള കടമകൾ? ഒന്നാമതായി ഞാൻ പറയട്ടെ, അൽ ഈമാനു ബിഹി വശഹാദതു ബിരിസാലതിഹി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്പൂർണമായി സംശയലേശമന്യേ നമ്മൾ ഈമാൻ കൈക്കൊണ്ടവരാകണം, വിശ്വസിച്ചവരാകണം. അത് കേവലം നാവ് കൊണ്ടുള്ള അവകാശവാദമായി പരിമിതപ്പെട്ടുകൂടാ. നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട്, ഖൽബിൽ രൂഢമൂലമായി, നാവ് കൊണ്ട് ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രഖ്യാപിച്ച് ജീവിതത്തിൽ മരണം വരെ ആ മാർഗത്തിൽ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ അരക്കെട്ടുറപ്പിക്കുന്ന ഈമാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്കുണ്ടാകണം. അവിടുന്ന് അല്ലാഹു അയച്ച നബിയാണ്. മനുഷ്യരിൽ നിന്ന് അല്ലാഹു ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്ത നമ്മിലേക്ക് അല്ലാഹു നിയോഗിച്ച റസൂൽ തന്നെയാണ്. അല്ലാഹു അയച്ച റസൂലാണ്, അല്ലാഹു നിയോഗിച്ച നബിയാണ്, അല്ലാഹുവിന്റെ ദൂതരാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ആരെല്ലാം സംശയത്തിന്റെ പുഴുക്കുത്തുകൾ നബിയുടെ നുബുവത്തിനെതിരെ, റിസാലത്തിനെതിരെ ഉന്നയിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറച്ചു വിശ്വസിക്കാൻ, സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എത്ര നോമ്പെടുത്തിട്ടും, എത്ര നിസ്കരിച്ചിട്ടും, ഹജ്ജ് ചെയ്തിട്ടും, ഹാജിയാര് വട്ടം പതിച്ചു നൽകപ്പെട്ടിട്ടും ഒരു കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ച റസൂൽ തന്നെയാണ്, തീർച്ചക്ക് തീർച്ച എന്ന ഉറപ്പ് നമ്മുടെ ഖൽബിൽ സാക്ഷ്യം വഹിച്ചാലല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞുവല്ലോ, വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽകാഫിരീന സഈറ. ആരാണോ അല്ലാഹുവിലും അവന്റെ റസൂലിലും അടിയുറച്ചു വിശ്വസിക്കാത്തവർ, ഫഇന്നാ അഅ്തദ്നാ ലിൽകാഫിരീന സഈറ, ആ വിശ്വാസമില്ലാത്ത അവിശ്വാസികൾ, ധിക്കാരികൾ, നിഷേധികൾ, കാഫിറുകൾ അവർ കത്തിജ്വലിക്കുന്ന നരകത്തിൽ കിടന്നിരിക്കുന്നതാണ്. അല്ലാഹുവിലും റസൂലിലും അടിയുറച്ച ഈമാനില്ലാത്തവർ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികൾ, അവിശ്വാസികൾ, കാഫിറുകൾ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം, ആരാധനകൾ സർവശക്തനായ സൃഷ്ടാവായ, പരിപാലകനായ, ഉടമസ്ഥനായ, നിയന്താവായ ഒരു ശക്തിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഒരാൾ വിശ്വസിച്ചു. ഞാൻ എൻ്റെ പ്രാർത്ഥനകളും ആരാധനകളും ആ ശക്തിക്ക് മാത്രമേ നൽകുന്നുള്ളൂ എന്നൊരാൾ അംഗീകരിച്ചു. എന്നാൽ എങ്ങനെ ആ സൃഷ്ടാവിന് ആ ആരാധനകൾ അർപ്പിക്കണം? എങ്ങനെ നന്മയിൽ നിലകൊള്ളണം? ഏതു തിന്മകളാണ് നമ്മൾ അകറ്റി നിർത്തേണ്ടത്? എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം? ഇത് വേർതിരിച്ചറിയാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ റബ്ബ്, ആ സൃഷ്ടാവ്, ആ ഖാലിഖ്, ആ മാലിക്, അള്ളാഹു എന്ന് മുസ്ലിമീങ്ങൾ വിളിക്കുന്ന ആ സർവശക്തൻ, അവൻ നിയോഗിച്ചയച്ച റസൂലിന്റെ മാർഗത്തിലൂടെ അല്ലാതെ അവൻ അത് സാക്ഷാത്കരിച്ചിട്ടില്ലെങ്കിൽ, ചുരുക്കത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തും നുബുവത്തും അവൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവന് രക്ഷയില്ല. അവൻ പരലോകത്ത് നരകത്തിൽ കടന്നെരിയേണ്ടവനാണ്. ആരാകട്ടെ, അവരെത്ര നന്മ ചെയ്യുന്നവരാകട്ടെ, അവരെന്ത് വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ നേടട്ടെ, സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടട്ടെ, ജീവകാരുണ്യ പ്രവർത്തനത്തിലെ തുല്യതയില്ലാത്ത മാതൃകകളായി ലോകം വിലയിരുത്തട്ടെ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ലയോ, അവൻ നാളെ പരലോകത്ത് മരണമില്ലാത്ത ശിക്ഷയുടെ നരകത്തിൽ കടന്നെരിയുന്നതാണ്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അല്ലാഹുവിന്റെ റസൂൽ അടിയുറച്ച ഈമാൻ ഉണ്ടെങ്കിൽ ഒരു മുസ്ലിമിന്റെ അഖീദ ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുക. വല്ലദീ നഫ്സി ബിയദിഹി ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم لا يؤمن بالذي أرسلت به إلا كان من أصحاب النار. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ സമൂഹത്തിൽ യഹൂദിയാകട്ടെ, നസ്രാനിയാകട്ടെ, ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന ഏതു മതസ്ഥരാകട്ടെ, ഏതു പ്രത്യയ ശാസ്ത്രക്കാരാകട്ടെ, എന്നെ കുറിച്ച് കേൾക്കുകയും എന്റെ സന്ദേശത്തിൽ, എന്റെ ദൗത്യത്തിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരാണോ, ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ നരകത്തിന്റെ അവകാശിയല്ലാതെ മറ്റാരുമല്ല. ആരാകട്ടെ. സ്വഹീഹ് മുസ്ലിമിൽ വായിക്കാവുന്ന പ്രസിദ്ധമായ ഹദീസാണിത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകരുടെ റബ്ബായ, സട്ടാവായ, സർവശക്തനായ അല്ലാഹു മനുഷ്യരിലേക്ക്, അവനിലേക്ക് നയിക്കാൻ, സ്വർഗത്തിലേക്ക് നയിക്കാൻ അവൻ തെരഞ്ഞെടുത്തയച്ച അവന്റെ റസൂലാണ്, നബിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാത്ത ഒരുത്തരും ഇസ്ലാമിൽ സ്ഥാനമില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിന്റെ റസൂലിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. അവിടുത്തെ റിസാലത്തിൽ, അവിടുത്തെ ദൗത്യത്തിൽ നമ്മൾ സത്യസന്ധമായി സാക്ഷ്യം വഹിക്കണം. രണ്ടാമത്തെ കാര്യം, മഹബ്ബത്തുഹു വ തഅദീമുഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആരെക്കാളും എന്തിനേക്കാളും നാം സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, അവിടുത്തെ നാം ആദരിക്കണം, ബഹുമാനിക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണത്, അല്ലാഹുവിന്റെ നിർദ്ദേശമാണത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാതുഹും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക്, ഈമാനുള്ളവർക്ക്, അല്ലാഹുവിലും റസൂലിലും പരലോകത്തിലും സ്വർഗ്ഗനരകങ്ങളിലും ഇസ്ലാമിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് സ്വദേഹങ്ങളെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ അവരോട് അടുത്തവരാണ്, പ്രിയപ്പെട്ടവനാണ്. സ്വന്തം ദേഹത്തെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് അടുത്തവനാണ്, നമുക്ക് പ്രിയങ്കരനാണ്. അവിടുത്തെ പത്നിമാർ ഉമ്മഹാതുഹും, അവരുടെ മാതാക്കളാണ്. റസൂലുള്ളാഹിയുടെ ഭാര്യമാർ, സഹധർമ്മിണിമാർ നമ്മുടെ ഉമ്മമാരാണ്. നബിയാകട്ടെ നമ്മുടെ സ്വദേഹത്തെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടവനാണ്. ആരാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇങ്ങനെ റസൂലിനെ സ്നേഹിക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാധിക്കണം. അല്ലാഹു പറഞ്ഞില്ലേ സൂറത്തു തൗബയിലൂടെ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. പറയുക നബിയെ, മനുഷ്യരോട് പറയുക, മുസ്ലിമീങ്ങളോട് പറയുക, മുഅ്മിനീങ്ങളോട് പറയുക, അവരുടെ മാതാപിതാക്കളെ, അവരുടെ സന്താനങ്ങൾ, അവരുടെ ഇണകൾ, അവരുടെ സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, അവരുടെ കുടുംബക്കാർ, അവരുടെ ഉറ്റവർ, ഉടയവർ, അവർ സമ്പാദിച്ച് സ്വരുക്കൂട്ടിയ
അവരെ സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, അവർ നഷ്ടവും മാന്ദ്യവും നേരിടുമെന്ന് ഭയപ്പെടുന്ന അവരെ കച്ചവട ചിരക്കുകൾ, വമസാകിനു തർലൗനഹ, അവർ സായൂജ്യമടയുന്ന ദുനിയാവിൽ കെട്ടിപ്പടുത്ത അവരുടെ പാർപ്പിടങ്ങൾ, ധവളക്കൊട്ടാരങ്ങൾ, ഇതെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവർക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ, വേണ്ടി വന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സായുധ പോരാട്ടം നടത്താൻ, ജിഹാദിൽ ഏർപ്പെടാൻ ഭാഗ്യം ലഭിച്ചാൽ അതിനേക്കാളും സ്വന്തം സമ്പത്തും ജീവനും ജീവിതവും ഇസ്ലാമിന് വേണ്ടി ത്യജിക്കാൻ, ബലിയർപ്പിക്കാൻ അവസരം ലഭിച്ചാൽ അതിനേക്കാളും വേണ്ടപ്പെട്ടവരെയും വേണ്ടപ്പെട്ടതിനെയും നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഈ എണ്ണിയതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നുവെങ്കിൽ, ഇതിനേക്കാളെല്ലാം അള്ളാഹും റസൂലും നമുക്ക് പ്രിയപ്പെട്ടതാകുന്നില്ല എങ്കിൽ, അള്ളാഹു പറഞ്ഞു ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹു അവന്റെ ശിക്ഷ അവർക്കിടയിൽ ഇറക്കുന്നത് അവർ ഭയന്നു കൊള്ളട്ടെ, പതിയിരുന്നു കൊള്ളട്ടെ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെക്കാളും എന്തിനേക്കാളും ഏതിനേക്കാളും സ്നേഹിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല. കേവലം ഇസ്ലാമിന്റെ അവകാശവാദങ്ങളിൽ മാത്രം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊല്ലത്തിൽ ഒരു മാസക്കാലം തെരഞ്ഞെടുത്ത് ഒരു ദിവസം നിശ്ചയിച്ച് അന്നങ്ങാടിയിലിറങ്ങി, തെരുവിലിറങ്ങി, നബി സ്നേഹം മദ്ഹായി, ജാഥയായി, റാലിയായി, മുദ്രാവാക്യമായി, പള്ളികളിലെ മൗലീദായി, മീലാദ് നൈറ്റായി, റബീഉ നിശകളായി സംഘടിപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം സാർത്ഥകമാകുമെന്നാണോ? അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അവർക്ക് തെറ്റി. ഇല്ല, എന്തിനേക്കാളും ഏതിനേക്കാളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു കഴിഞ്ഞാൽ സൃഷ്ടികളിൽ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് വരെ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് പോലും ഈ ഭൂലോകത്ത് നമ്മൾ സുരക്ഷിതരല്ല എന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ സ്നേഹിച്ചവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. അവിടുത്തെ സ്നേഹത്തിന്റെ ചരിതങ്ങൾ, ആ ചരിത്രത്തിലെ ഏടുകൾ നമ്മൾ വായിച്ചാൽ എന്തായിരുന്നു റസൂലുള്ളാഹിയുള്ള സ്നേഹത്തിന്റെ യഥാർത്ഥ ഉദാഹരണങ്ങളെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. മുസ്ലിമീങ്ങൾ പരാജയം രുചിച്ച സന്ദർഭം, അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവേറ്റു. അവിടുത്തെ തലയിൽ മുറിവേറ്റു, അവിടുത്തെ മുഖത്തുകൂടി രക്തമൊഴുകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും സ്വഹാബികൾ രക്ഷാകവചം തീർത്തു. അവരുടെ ശരീരം കൊണ്ട് നബിക്കെതിരെ വരുന്ന വാളുകളുടെയും അമ്പുകളുടെയും കുന്തങ്ങളുടെയും പ്രഹരങ്ങൾ അവർ തടുത്തു വച്ചു. അക്കൂട്ടത്തിൽ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷഹീദിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമോ? ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണണമോ? ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയിലേക്ക് നോക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിനാൽ വിശേഷിപ്പിക്കപ്പെട്ട ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല നബിക്കെതിരെ വരുന്ന ആയുധ ശരങ്ങൾ തന്റെ കൈകൾ കൊണ്ട് തടഞ്ഞ, വിരലുകൾ അറ്റുപോകപ്പെട്ട, അതിനാൽ കൈ തന്നെ തളർന്നുപോയ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ അതേ ഉഹദ് യുദ്ധത്തിൽ നബിയുടെ അമ്പെയ്ത്തുകാരിൽ എണ്ണം പറഞ്ഞ ശ്രേഷ്ഠനായ മഹാനായ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ എയ്തുവിടുന്ന ഓരോ അമ്പും ശത്രുക്കളിൽ പതിക്കുന്നുണ്ടോ എന്ന് അബൂ തൽഹയുടെ പിന്നിൽ നിന്ന് അവിടുത്തെ മറഭേദിച്ചു നോക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എത്തി നോക്കരുതേ. നഹ്രീദൂന നഹ്രിക യാ റസൂലല്ലാഹ്, താങ്കൾക്കെതിരെ വരുന്ന ആയുധങ്ങൾ, അമ്പുകൾ ഞാൻ എന്റെ ചങ്ക് കൊണ്ട് തടുക്കും. താങ്കളുടെ ശരീരത്തിൽ പതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ചങ്ക് കൊണ്ട്, എന്റെ നെഞ്ചുകൊണ്ട് ഞാൻ അതിനെ തടുക്കും എന്ന് പറഞ്ഞ മഹാനായ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, സൗബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ സന്നിധിയിൽ നിന്ന് വീട്ടിലേക്കൊന്ന് മാറി നിന്നാൽ അവിടുത്തെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹവും അഭിവാഞ്ഛയും വീണ്ടും നബിയുടെ മജ്ലിസിലേക്ക് എത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കും. അങ്ങനെ എപ്പോഴും
എപ്പോഴൊക്കെ നബിയുടെ മജ്ലിസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു അപ്പോഴെല്ലാം തിരിച്ചോടിയെത്തും. നബിയെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് അത്രമേൽ ഉത്കടമായ സ്നേഹം. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരിക്കൽ അബൂ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവർണമായത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തു പറ്റി സൗബാൻ? എന്താണ് താങ്കളുടെ മുഖത്തൊരു പ്രയാസം? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ദുനിയാവിൽ താങ്കൾക്കിടയിൽ ജീവിച്ചിരിക്കെ തന്നെ താങ്കളുടെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ കുടുംബത്തോടൊപ്പം ഇരിക്കെ തന്നെ എന്നെ അലോസരപ്പെടുത്തുന്നു. അതുകൊണ്ട് എപ്പോഴും താങ്കളുടെ സന്നിധിയിലേക്ക് ഞാൻ ഓടിയെത്തുന്നു. പക്ഷേ പരലോകത്ത് മരിച്ചു കഴിഞ്ഞാൽ താങ്കൾ അമ്പിയാക്കളോടൊപ്പം മുർസലീങ്ങളോടൊപ്പം സ്വർഗത്തിലെ ഉന്നത പദവികളിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഈ സൗബാനിന് താങ്കളുടെ അടുത്ത് സ്ഥാനം പിടിക്കാൻ സാധിക്കില്ലെങ്കിലോ എന്ന ആശങ്കയാണ് റസൂലെ എൻ്റെ മുഖത്തെ വിവരണമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. ആരാണ് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചത്, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചു മരിച്ചത്, അവർ സ്വർഗത്തിൽ അല്ലാഹു അനുഗ്രഹിച്ച അമ്പിയാക്കളോടും സിദ്ദീഖുകളോടും ശുഹദാക്കളോടും സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കും അവരുടെ സ്ഥാനം. വഹസ്ന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. അമ്പിയാക്കളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മരിക്കാത്ത സ്വർഗത്തിൽ സുഖിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നാം? സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ അവിടുത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, സ്വഹീഹുൽ ബുഖാരിയിൽ മറ്റൊരു ചരിത്ര സംഭവം കാണാം. മഹാനായ സയ്യിദ് ഇബ്നു ദഫിന്ന റളിയല്ലാഹു അൻഹു ഒരു ചെറിയ സൈനിക നടപടി നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചില സ്വഹാബികളെ ഒരു ദേശത്തേക്ക് പറഞ്ഞയച്ചു. അവരെ ശത്രുക്കൾ പിടികൂടി തടവിലാക്കി. സയ്യിദ് ഇബ്നു ദഫിന്നയെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളുടനീളം ശത്രുക്കൾ ബന്ദിയാക്കി. അങ്ങനെ യുദ്ധം ഹറാമാക്കപ്പെട്ട അശ്റുൽ ഹുറുമിന് ശേഷം സയ്യിദ് ഇബ്നു ദഫിന്നയെ തൂക്കിലേറ്റാൻ, അദ്ദേഹത്തിന്റെ ശിരസറുക്കാൻ ശത്രുക്കൾ തീരുമാനിച്ചു. അന്ന് കൂട്ടത്തിൽ, ശത്രുവിന്റെ കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. അങ്ങനെ കഴുത്തറുക്കുന്നതിന് മുമ്പ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, യാ സയ്യിദ് അസ്അലുക ഫഅജിബ്നി, നിന്നോട് എനിക്കൊരു ചോദ്യമുണ്ട്, ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. അറഅയ്ത ലൗ കാന മുഹമ്മദുൻ മകാനക വകുൻത അൽആൻ ഫി അഹ്ലിക വവലദിക അകുൻത തുഹിബ്ബു ദാലിക്? ഓ സയ്യിദ്, ഇപ്പോൾ നിന്റെ സ്ഥാനത്ത് ഈ കഴുമരത്തിന്റെ അടുക്കൽ മുഹമ്മദ് ഉണ്ടായിരിക്കുകയും നീ സുരക്ഷിതനായി നിന്റെ കുടുംബത്തോടും മക്കളോടൊപ്പം നിന്റെ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുകയും ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? സയ്യിദ് ഇബ്നു ദഫിന്ന റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, വല്ലാഹി വല്ലാഹ് ഇന്നി ലാ ഉഹിബ്ബു അന്നി ബൈന അഹ്ലി വവലദി വഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുശാഖു ബിശൗക. അല്ലാഹു സത്യം, ഞാൻ എൻ്റെ കുടുംബത്തോടും മക്കളോടൊപ്പം സുരക്ഷിതമായിരിക്കുകയും ഇവിടെയെന്നല്ല എവിടെയുമെന്നല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ലടോ, അവിടുത്തെ രോമത്തിൽ ഒരു പോറലുണ്ടാകുന്നത് പോലും എനിക്കിഷ്ടമില്ലടോ എന്ന് അബൂ സുഫിയാനോട് മറുപടി പറഞ്ഞ സയ്യിദ് ഇബ്നു ദഫിന്നയെ പോലെ അവിടുത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമോ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ ജീവിച്ച, അവിടുത്തെ തിരുനാവിൽ നിന്ന് വഹീന്റെ വചനാമൃതങ്ങൾ, ഹദീസിന്റെ മൊഴിമുത്തുകൾ കാതിലൂടെ ഹൃദയത്തിൽ കൊത്തിവെച്ച, അവിടുത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച സ്വഹാബത്തിന് ഈ സ്നേഹം സാധ്യമായിരുന്നുവെങ്കിൽ നമുക്ക് ആശങ്കയുണ്ടായേക്കാം. നമുക്ക് അങ്ങോട്ടേക്കൊന്നും എത്താൻ സാധിക്കില്ലല്ലോ, എത്രയായാലും ശരിയാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ആശ്വാസവാചകങ്ങളുണ്ട്. അവിടുത്തെ കാണാത്ത, അവിടുത്തെ വിശ്വസിച്ച ഖിയാമത്ത് നാൾ വരെയുള്ള സകല മുസ്ലിമീങ്ങൾക്കും അവിടുന്ന് സമാശ്വാസം പകർന്ന മഹത്തായ അവിടുത്തെ ഒരു ഹദീസുണ്ട്. കേൾക്കുക നിങ്ങൾ. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിൻ നാസി ഹുബ്ബൻ ലി ഖൗമുൻ മാ റഔനി യഅതൂന മിൻ ബഅദി
വദ്ദു ലൗ റഔനി ബിഅഹ്ലിഹിം വമാലിഹിം. എന്നോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ള ആളുകൾ ഒരു വിഭാഗമാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഖൗമുൻ മാ റഔനി, അവരെന്നെ കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല, പേരിന് പോലും. യഅതൂന മിൻ ബഅദി, എനിക്ക് ശേഷം, എന്റെ മരണശേഷം ജീവിക്കാനിരിക്കുന്നവർ. വദ്ദു ലൗ റഔനി ബിഅഹ്ലിഹിം വമാലിഹിം. പക്ഷേ അവരാഗ്രഹം എന്താണെന്നോ, അവരഭിമാനം എന്താണെന്നോ, അവരുടെ മോഹവും അഭിലാഷവും എന്താണെന്നോ, ഒരിക്കലെങ്കിലും എന്നെ കാണാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എന്ന് അവർ ആശിക്കും, അവർ മോഹിക്കും. ബിഅഹ്ലിഹിം വമാലിഹിം, അതിനു പകരമായി അവരുടെ സമ്പത്തും കുടുംബവും സന്താനങ്ങളും ദുനിയാവിൽ അവർ നേടിയത് മുഴുവനും ബലിയർപ്പിക്കേണ്ടി വന്നാലും ത്യജിക്കേണ്ടി വന്നാലും ഒരു നോക്കെങ്കിലും അതിനു പകരമായി എന്തു വില കൊടുക്കേണ്ടി വന്നാലും അള്ളാന്റെ റസൂലിനെ ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എന്ന് മോഹിക്കുന്നവർ, എനിക്ക് ശേഷം വരുന്നവർ, അക്കൂട്ടത്തിലെങ്കിലും ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുമോ? അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലെങ്കിലും ദുനിയാവിൽ നേടിയതെല്ലാം ത്യജിച്ചിട്ടാണെങ്കിലും എൻ്റെ കുടുംബവും, എൻ്റെ കണ്ണിലുണ്ണികളായ മക്കളും സന്താനങ്ങളും, എൻ്റെ കൺകുളിർമയായ കുടുംബവും ഭാര്യയും എൻ്റെ മാതാപിതാക്കളും, എനിക്ക് ദുനിയാവിൽ നേടാൻ സാധിച്ച എന്തുമേതും ത്യജിക്കപ്പെട്ടാലും ബലിയർപ്പിക്കപ്പെട്ടാലും അള്ളാഹുവിന്റെ റസൂലിനെ ഒരു നോക്ക് കാണാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന ഉത്കടമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തബാറക വ തആല അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ സ്ഥാനം പിടിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹിയെ സ്നേഹിക്കണം, അതോടൊപ്പം അവിടുത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. സ്വഹാബത്തിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ അവിടുത്തെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തരുത്. നിങ്ങൾ പരസ്പരം അന്യോന്യം നിങ്ങൾക്കിടയിൽ ഒച്ചയിട്ട് സംസാരിക്കുന്നത് പോലെ അള്ളാന്റെ റസൂലിനോട് ഉച്ചത്തിൽ സംസാരിക്കരുത്. അങ്ങനെ ചെയ്താൽ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ആരോടാണ് ഈ പറയുന്നത്? സ്വഹാബത്തിനോടാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ അവിടുത്തെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിയാൽ, പരസ്പരം അവർക്കിടയിൽ സംസാരിക്കുന്നത് പോലെ നബിയോട് സംസാരിച്ചാൽ അവരുടെ സൽക്കർമ്മങ്ങൾ മുഴുവൻ അവരറിയാതെ പാഴായി പോകുമെന്ന് സ്വഹാബത്തിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എത്രമേൽ ആദരിക്കപ്പെടുന്നവരാകണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, റസൂലുള്ളാഹിയുടെ മരണശേഷം അവിടുത്തെ മസ്ജിദുൻ നബവിയിൽ നമ്മൾ ശബ്ദം ഉയർത്താൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ശബ്ദമുയർത്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിന്റെ ഭാഗമാണത്. മസ്ജിദുൻ നബവിയിൽ വെച്ച് ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ ഒരു നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ, ഒരു ഖൈറായ കാര്യം ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലാതെ അവൻ ശബ്ദമുയർത്താൻ പോലും പാടില്ല. അതിനപ്പുറത്ത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രത്യേകിച്ച് അവിടുത്തെ മരണശേഷമുള്ള ആദരവിലും ബഹുമാനത്തിലും പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠമായ വിശേഷണത്തിൽ നമ്മൾ ആളുകൾക്കിടയിൽ പറയണം, പരിചയപ്പെടുത്തണം, വിശേഷിപ്പിക്കണം, പരാമർശിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ പോലും നാവ് പൊന്താത്തവർ അവരേറ്റവും വലിയ പിശുക്കനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് സാധിക്കണം. ഏതെങ്കിലും നേതാക്കന്മാരെ, രാഷ്ട്രീയക്കാരെ, അതല്ലെങ്കിൽ ബുദ്ധിജീവികളെ, രാഷ്ട്രമീമാംസകന്മാരെ, അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, ദുനിയാവിലെ നേതാക്കന്മാരെ പരാമർശിക്കുന്നത് പോലെയല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും ഉച്ചരിക്കപ്പെടേണ്ടത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും മഹനീയമായ രൂപത്തിൽ
വിശേഷിപ്പിക്കപ്പെടാൻ, സ്വലാത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് സ്വഹാബത്ത് നബിയെ സ്നേഹിക്കുന്ന കാഴ്ച കണ്ട്, ആദരിക്കുന്ന അനുഭവം കണ്ട്, പ്രത്യേകിച്ച് ഹുദൈബിയ സന്ധിയുടെ വേളയിൽ സാക്ഷാൽ മക്കയിലെ മുശ്രിക്കുകളോട് ചെന്ന് ഉർവത്ത് ഇബ്നു മസ്ഊദ് തന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ തുപ്പുനീര് വായിൽ നിന്ന് പുറത്തിട്ടാൽ, അവിടുന്ന് ഒന്ന് തുപ്പിയാൽ അത് ഭൂമിയിൽ വീഴില്ലായിരുന്നു. അവിടുത്തെ സ്വഹാബികൾ അവിടുത്തെ ശരീരത്തിൽ ഇത് പകർന്നെടുക്കുമായിരുന്നു. ഇത് ശറഈയായ തബറുക്കാണ്, സ്ഥിരപ്പെട്ട തബറുക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൽപ്പിക്കേണ്ട താമസം അവരുടനടി പ്രവർത്തിക്കുകയാണ്. നബിയുടെ മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കാൻ പോലും അവർക്ക് സാധിക്കില്ലായിരുന്നു. ചില സ്വഹാബിമാർ പറഞ്ഞതുപോലെ നബിയുടെ രൂപം, അവിടുത്തെ ശരീര ഭംഗി അത് കൃത്യമായി വിശേഷിപ്പിക്കാൻ എനിക്ക് ചിലപ്പോൾ സാധിക്കില്ല. കാരണം നബിയോടുള്ള ബഹുമാനം കാരണം അവിടുത്തെ തുറിച്ചു നോക്കാൻ ഒരിക്കൽ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ നബിയെ അവിടുത്തോടുള്ള ബഹുമാനം കാരണം ഒന്ന് തുറിച്ചു നോക്കാൻ പോലും സാധിക്കാത്തവർ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഇന്നി വഫത്തു അലൽ മുലൂകി വഫത്തു അല കിസ്റ വഖൈസർ വന്നജാശി, ഞാൻ നിവേദക സംഘത്തിലെ ദൂതന്മാരുടെ കൂട്ടത്തിൽ കിസ്റയുടെയും കൈസറിന്റെയും രാജസന്നിധിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങ് അബ്സീനിയയിലെ നജാശി രാജാവിന്റെ ദർബാറിൽ പോയിട്ടുണ്ട്. അവരുടെ പരിവാരങ്ങളും അംഗരക്ഷകന്മാരും സൈനികരും അവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഞാൻ നേർക്കുനേരെ കണ്ടിട്ടുണ്ട്. ശത്രുവായിരുന്ന ഉർവത്ത് ഇബ്നു മസ്ഊദിന്റെ പരാമർശമാണിത്. ഫമാ വജദ്തു അഹദൻ യുഅല്ലിമു അഹദൻ തഅദീമ അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ, ഈ കൂട്ടത്തിൽ ഒരാളെയും, കിസ്റയെയും കൈസറിനെയും നജാശിയെയും അവരുടെ അനുയായികൾ, മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ ആദരിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നക്കാലത്ത് ശത്രുവായിരുന്ന ഉർവത്ത് ഇബ്നു മസ്ഊദ് ഖുറൈശികളോട് അനുഭവ സാക്ഷ്യം പറയുകയാണ്. ഇങ്ങനെ റസൂലിനെ ആദരിച്ചവരായിരുന്നു സ്വഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. പക്ഷേ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? നബിയുടെ സുന്നത്ത്, അവിടുത്തെ കർശനമായ വിധിവിലക്കുകൾ അത് പാലിക്കാൻ പറയുമ്പോൾ അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. നബിയുടെ അനിഷേധ്യമായ സുന്നത്തുകൾ, നിർബന്ധമായ സുന്നത്തുകൾ. ഇപ്പോൾ ഇതാ നമ്മുടെ നാട്ടിൽ സ്ത്രീയുടെ ശിരോവസ്ത്രത്തെ കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരിയുള്ളതാണ്. എന്താണ് സ്ത്രീയുടെ ശിരോവസ്ത്രം? എന്താണ് അവളുടെ ഹിജാബ്? എന്താണ് അവളുടെ ജിൽബാബ്? ഇതുപോലെ മുസ്ലിം ഉമ്മത്തിന് അറിയില്ല. 1/2 മീറ്റർ തുണിക്കണ്ടം കഴുത്തിലൊന്ന് തൂക്കിയിട്ടാൽ, തലയിന്മേലൊന്ന് ചുറ്റിയിട്ടാൽ അതാണ് ഇസ്ലാമിലെ ഹിജാബ് എന്നാണ് മുസ്ലിം ബഹുഭൂരിപക്ഷം പോലും വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ തെറ്റി. സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ പ്രകടഭാവമായ മുഖം പോലും അന്യ പുരുഷന്മാരുടെ മുമ്പിൽ മറക്കുന്നതാണ് ഇസ്ലാമിന്റെ സമ്പൂർണമായ ഹിജാബ്. അത് കേവലം സ്കാർഫിലോ മഫ്തയിലോ തലയിൽ കെട്ടിത്തൂക്കുന്ന ഷോളിലോ പരിമിതമല്ല. സമ്പൂർണമായി അവളുടെ സൗന്ദര്യത്തിന്റെ എന്തെല്ലാം അകമ്പടിയുണ്ട്. മുഖം സ്ത്രീയുടെ സൗന്ദര്യമല്ല എന്ന് ഏതെങ്കിലും സ്ത്രീ അംഗീകരിക്കുമോ? ഒരു സ്ത്രീയുടെ മുഖ സൗന്ദര്യം പുരുഷനെ ആകർഷിക്കില്ല എന്ന് രക്തവും മജ്ജയും ചോരയും നീരുമുള്ള പൗരുഷമുള്ള ആണുങ്ങൾ അംഗീകരിക്കുമോ? സൗന്ദര്യം വെളിവാക്കരുത് എന്നാണ് ഇസ്ലാമിന്റെ ഭാഷ്യം. ഫലാ തുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, സ്ത്രീ അവരുടെ സൗന്ദര്യം വെളിവാക്കാതിരിക്കട്ടെ. ഇങ്ങനെ ഹിജാബ് നിങ്ങൾ സ്വീകരിക്കുമോ? ഇല്ലേ? അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അല്ലേ. ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, ഇഷ്ടമുള്ളവർക്ക് ഉപേക്ഷിക്കാം. മുസ്ലിം ഉമ്മത്ത് ഓപ്ഷണൽ ആക്കുകയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട നിർബന്ധമായ കൽപ്പനകൾ: പുരുഷന്മാർ നെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കരുത്, നരകത്തിലേക്കുള്ള വസ്ത്രമാണ്. പുരുഷന്മാർ താടി വടിച്ചു കളയരുത്, ക്ഷൗരം ചെയ്യരുത്. 4 മദ്ഹബിന്റെ അയിമത്തുകൾക്കും സംശയലേശമന്യേ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് മുസ്ലിം പുരുഷൻ താടി വടിക്കൽ ഹറാമാണെന്ന്. സംഗീതം ഹറാമാണ്. 4 മദ്ഹബിന്റെ ഇമാമികൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. പലിശ ഹറാമാണ്, ഏഷണി ഹറാമാണ്, പരദൂഷണം ഹറാമാണ്, കൊള്ളയും കൊലപാതകവും വഞ്ചനയും പൂഴ്ത്തിവെപ്പും ഹറാമാണ്, കളവ് പറയൽ ഹറാമാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട അധ്യാപനങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ അനിഷേധ്യമായ സുന്നത്തുകൾ, അതിനെതിരെ സംസാരിക്കുന്നവർ
അവർ നബിയോട് കാണിക്കുന്ന അനാദരവ് എത്രമേൽ അപകടകരമായിരിക്കും. റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ അവിടുത്തെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിയാൽ പോലും അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകുമെന്ന് സ്വഹാബത്തിനോട് അറിയിച്ചിരിക്കവേ, ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വാചകം. നബിയുടെ സന്നിധിയിൽ അവിടുത്തെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തുന്നത് പോലും പ്രവർത്തനങ്ങൾ മുഴുവൻ നിഷ്ഫലമാകാൻ കാരണമാകുമെന്ന് സ്വഹാബത്തിനെ അള്ളാഹു ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയെങ്കിൽ റസൂലുള്ളാഹിയുടെ സ്ഥിരപ്പെട്ട കൽപ്പനകൾ, സുന്നത്തുകൾ, അതിനെതിരെ ശബ്ദിക്കുന്നവർ, അതിനെ കാലഘട്ടത്തിന് യോജിച്ചതല്ല, അത് സ്വാതന്ത്ര്യത്തിനെതിരാണ്, അത് അപരിഷ്കൃതമാണ്, അത് പുരോഗമനത്തിനെതിരാണ്, അത് ഇക്കാലഘട്ടത്തിൽ പറ്റൂല, ഈ നാട്ടിൽ പറ്റില്ല. ഇതൊക്കെ നൂറ്റാണ്ട് 14 മുമ്പ് അറേബ്യൻ കാലഘട്ടത്തിൽ ജസീറത്തുൽ അറബിൽ അന്നത്തെ കാലത്ത് യോജിച്ചതാണ്, അത് കാലിക പ്രസക്തമല്ല എന്നിങ്ങനെ പെരുമ്പറയടിക്കുന്നവർ അവർ കാണിക്കുന്ന ആക്ഷേപത്തിന്റെ ഗൗരവം അവർ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടാകുമോ? നമ്മൾ ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവിടുത്തെ സുന്നത്തിനെ ഈ രൂപത്തിൽ ഇപ്രകാരം ആദരിക്കാൻ, ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നമ്മൾ അനുസരിക്കണം. സമ്പൂർണമായി ചോദ്യം ചെയ്യാതെ, സംശയലേശമന്യേ, നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ യുക്തി കൊണ്ടോ നമ്മുടെ ഗവേഷണങ്ങൾ കൊണ്ടോ കാലഘട്ടത്തിന്റെ ഗതിവിഗതികൾ കൊണ്ടോ പുരോഗമനങ്ങളുടെ ആധുനിക അളവുകോലുകൾ വെച്ചോ അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ആവിഷ്കാരം പറഞ്ഞോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അളന്നല്ല നമ്മൾ അതിനെ നെഞ്ചേറ്റേണ്ടത്. മറിച്ച് ചോദ്യം ചെയ്യാതെ, സംശയലേശമന്യേ, സമ്പൂർണമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണോ, അത് നിർബന്ധമാകട്ടെ, ഐച്ഛികമാകട്ടെ, കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യണം. നോക്കൂ നിങ്ങൾ, അതാണ് യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതത്തിന്റെ ആനന്ദവും ആസ്വാദനവും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ? ജീവിതത്തിൽ സമാധാനം, സ്വസ്ഥത നമ്മൾ കൊതിക്കുന്നുണ്ടോ? അതിനുള്ള ഒരേ ഒരു പോംവഴി, ഒറ്റമൂലി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്ക്, അവിടുത്തെ തിരുചര്യയിലേക്ക്, സുന്നത്തിലേക്ക് തിരിഞ്ഞു നടക്കുക എന്നുള്ളതാണ്. അല്ലാത്തവരുടെ ജീവിതം മൃഗീയമാണെന്നാണ്. അവർ ജീവിക്കുന്നുണ്ടാവും, ദുനിയാവിൽ പലതും അവർ നേടിയിട്ടുണ്ടാകും. ചിലപ്പോൾ 100 വർഷം ഒരു പുരുഷായുസ്സിലെ ഏറ്റവും പരമാവധി അവർ ഇവിടെ ജീവിച്ചു തീർത്തിട്ടുണ്ടാവും. പക്ഷേ ഇസ്ലാമിന്റെ ഭാഷയിൽ അവന്റെ ജീവിതം ജീവിതമല്ല തന്നെ. അതുകൊണ്ട് യഥാർത്ഥ ജീവിതം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റലാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദആകും ലിമാ യുഹ്യികും. ഓ ഈമാനുള്ളവരെ, അള്ളാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലും സ്വർഗനരകങ്ങളിലും ഈമാനുള്ളവരെ, അവരോടാണ് ഈ കൽപ്പന. ഈമാനുള്ളവരോടാണ് ഈ കൽപ്പന. ഇസ്ലാമിന്റെ പടിക്ക് പുറത്തുള്ളവർ, കേവലം നാമത്തിൽ മാത്രം, പേരിൽ മാത്രം ഇസ്ലാമിൽ ഒതുക്കിയവർ, അവരോട് സംസാരമില്ല. നിങ്ങൾ ഇത് കേട്ടുകൊള്ളുക. ഈമാനുള്ളവരെ, ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഇദാ ദആകും, വിളിക്കപ്പെട്ടാൽ, ക്ഷണിക്കപ്പെട്ടാൽ ഉത്തരം ചെയ്യുവിൻ. ഇതാ ഈ പരിപാടി, ഈ പ്രോഗ്രാം തൗഹീദും സുന്നത്തും എന്ന നാമകരണത്താൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രബോധന പരിപാടി ഈ ക്ഷണമാണ് നിങ്ങളിലേക്ക് ഉന്നയിക്കുന്നത്. അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും. ഞങ്ങളാരും ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ അണിചേരണമെന്ന് പറയാമെന്നവരല്ല. നാളെ പിറ്റേന്ന് ഒരു ഇലക്ഷൻ പാർട്ടി ഉണ്ടാക്കി വോട്ട് ചോദിക്കാൻ, റോട്ടിലിറങ്ങാൻ, നിരത്തിലിറങ്ങാൻ ഇല്ല. വല്ലാഹി സുമ്മ തല്ലാഹ്, ഞങ്ങൾക്ക് അതിന് ആഗ്രഹമില്ല. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ക്ഷണിക്കാൻ, ഞങ്ങളിലേക്കല്ല, ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന കൂട്ടായ്മയിലേക്കല്ല, അല്ലാഹുവിലേക്ക്, അവന്റെ റസൂലിലേക്ക്. അടിവരയിട്ട് പറയട്ടെ, മഹത്തായ സ്വർഗത്തിലേക്ക്, മരിക്കാതെ സുഖിക്കാൻ സാധിക്കുന്ന അനന്തവിഹായസിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അല്ലാഹു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യുക. ഉത്തരം ചെയ്യുക. ഈമാനുള്ളവരാണോ, മുഅ്മിനീങ്ങളാണോ, മുസ്ലിമീങ്ങളാണോ, അല്ലാഹുവിനെ പേടിക്കുന്നവരാണോ, പരലോകത്തെ പ്രതീക്ഷിക്കുന്നവരാണോ, നിങ്ങൾ ഉത്തരം ചെയ്യുക. ലിമാ യുഹ്യീകും, അതാണ് പ്രസക്തമായ ഭാഗം. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ക്ഷണം, നിങ്ങൾക്ക് മഹനീയമായ സമ്പന്നമായ ജീവനം നൽകുന്ന ക്ഷണം. അതേ സഹോദരങ്ങളെ, ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കണമോ? സമ്പത്തിലല്ല കേട്ടോ, സൗകര്യങ്ങളിലല്ല,
ദുനിയാവിന്റെ പളപളപ്പിലല്ല, ഹരിതാപത്തിലല്ല, ദുനിയാവിലെ സുഖ സൗകര്യങ്ങളിലല്ല, സ്ഥാനത്തിലല്ല, പദവിയിലല്ല, ദുനിയാവിലെ നശിക്കുന്ന ഒന്നിലുമല്ല, നശിക്കാത്ത സ്വർഗത്തിലെ ഉന്നത സോപാനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് ജീവിതം. ആ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് ഈ ദുനിയാവ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു. ആ യഥാർത്ഥ ജീവിതത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ ഉത്തരം ചെയ്യുക, റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് മടങ്ങുക. അതാണ് യഥാർത്ഥ ജീവിതം. സഹോദരങ്ങളെ, വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റുക. അതാണ് സന്മാർഗം. നിങ്ങൾ സന്മാർഗത്തിലാകാനുള്ള വിജയമന്ത്രം അതാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വഅതിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ അനുസരിക്കണം. അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ പറയുക, മുസ്ലിമീങ്ങളോട് പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ എന്നവരോട് പറയുക റസൂലേ. എങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള നേട്ടം? യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ലോക റബ്ബായ, ആകാശഭൂമികളെ പടച്ചവനായ, സർവശക്തനായ അല്ലാഹുവിന്റെ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആര് നമ്മൾ വെറുക്കട്ടെ, നാട് നമ്മൾ വെറുക്കട്ടെ, വീട്ടിൽ നമ്മൾ പുറത്താകട്ടെ, സമൂഹം അപരിഷ്കൃതർ, കാലഘട്ടത്തിന് യോജിക്കാത്തവർ എന്ന് നമ്മളെ ചാപ്പയടിക്കട്ടെ, ഭീകരവാദികൾ, തീവ്രവാദികൾ, കടുപ്പക്കാർ, കാർക്കശിക്കാർ എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കട്ടെ, പ്രയാസമില്ല നമുക്ക്. ലോക റബ്ബായ നമ്മയും അവരെയും പടച്ച നമ്മുടെ ഹൃദയത്തിൽ അവരോടുള്ള സ്നേഹമിട്ട, അവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള വെറുപ്പിട്ട, അവരുടെ ഹൃദയങ്ങളും സകല മനുഷ്യരുടെയും ഹൃദയങ്ങളും അവരുടെ ദുർമന്ത്രണങ്ങളും അറിയുന്ന അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണോ? അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും ചെയ്യും. നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടാൻ, അള്ളാഹുവിന്റെ സ്നേഹവും തൃപ്തിയും ലഭിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നമ്മൾ പിൻപറ്റുക. അള്ളാഹുവിന്റെ കാരുണ്യം അവൻ വാരിക്കോരി നൽകുമെന്ന് അള്ളാഹു നമ്മെ അറിയിക്കുന്നു. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു മാർഗം, സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് അല്ല. ഇവിടെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കാനൊക്കെ ആളുകൾ ഇരിക്കുകയാണ്. ചില മൊയ്ലിയന്മാര് സ്വപ്നം കാണുകയാണ് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന തങ്ങളുടെ ഹോജമാരെ. അതുകൊണ്ട് ആ മാർഗത്തിൽ ത്വരീഖത്തിൽ പോയി മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്നാണ്. സ്വർഗത്തിലേക്ക് അങ്ങനെ ടിക്കറ്റ് മുറിച്ചു കൊടുക്കാനൊന്നും ആരുമില്ല. അത് വിശ്വസിക്കാൻ തൊണ്ടതടാകെ വിഴുങ്ങാൻ മാത്രം ബുദ്ധിശൂന്യരല്ല മുസ്ലിം ഉമ്മത്ത്. സ്വർഗത്തിലേക്ക് പോം വഴിയുണ്ട്, എളുപ്പ വഴിയുണ്ട്, ഷോർട്ട് കട്ട് ഉണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മാർഗമാണ് ആ വഴി. അതാണ് സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു പോംവഴി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്ന ത്വരീഖത്തിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തോളൂ. അള്ളാഹുവിലേക്കുള്ള വഴിയിൽ നിങ്ങൾ അടിചേർന്നോളൂ. അതാണ് സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു മാർഗം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, എന്നാൽ വിസമ്മതിച്ചവരൊഴികെ. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ഈ വിസമ്മതിക്കുന്നവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരേ ഒരു വിഭാഗത്തിന്റെ വിശേഷണം അള്ളാഹുവിന്റെ റസൂൽ അനുസരിക്കാന്നാണ്. നിസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത, ഇബാദത്തുകൾ അനുഷ്ഠിക്കാത്ത, ഇസ്ലാമിന്റെ പ്രത്യക്ഷമായ ഒരു ചിഹ്നം പോലും ഇല്ലാത്ത, സുന്നത്ത് കർമ്മം പോലും ചേലാകർമ്മം പോലും ചെയ്യാത്ത ഔലിയാക്കളുടെ ത്വരീഖത്തോ ഇസ്ലാമിന്റെ സ്വർഗത്തിലേക്കുള്ള മാർഗമല്ല ഇത്. റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ അനുസരിക്കുന്ന മാർഗം, ആ മാർഗമാണ് സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു മാർഗം. വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്റെ സുന്നത്തിനെ അനുസരിക്കാതിരിക്കുന്നത്, എന്റെ മാർഗത്തെ ധിക്കരിക്കുന്നത്, അവനാണ് വിസമ്മതിച്ചവൻ, അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ, അവിടുത്തെ സുന്നത്തിനെ നമ്മൾ കൈയൊഴിഞ്ഞാൽ, നമ്മൾ കൈവിട്ടാൽ എന്താണ് നമുക്കുള്ള നഷ്ടം? എന്താണ് നമുക്കുള്ള കോട്ടം? സഹോദരങ്ങളെ, ഭീകരമാണ്, ഭയാനകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിൽ ഗൗരവമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്ത് ഇങ്ങനെയാണ്, ഫയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരിടുന്നവർ അവർ പേടിച്ചു കൊള്ളട്ടെ, അവർ ഭയന്നു കൊള്ളട്ടെ.
അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഈ ദുനിയാവിൽ ഭൂമിയിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത്, അവർ ദീനിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, സുന്നത്തിൽ നിന്ന് ശിർക്കിലേക്കും കുഫറിലേക്കും അനാചാരങ്ങളിലേക്കും വഴിതെറ്റുന്നത് അവർ ഭയന്നുകൊള്ളട്ടെ. ദുനിയാവിൽ ദീനിൽ നിന്ന് തെറിച്ചു പോകും, ശിർക്കിലേക്കും കുഫറിലേക്കും വഴിമാറും, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താകുന്ന രക്ഷാ കപ്പലിൽ നിന്ന് നമ്മൾ തെറിച്ചു പോയാൽ ഔ യുസീബഹും അദാബുൻ അലീം, ആഖിറത്തിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കും. ദുനിയാവിലും അള്ളാഹുവിന്റെ ശിക്ഷ, ആഖിറത്തിലും കഠിനമായ നരകശിക്ഷ. അള്ളാഹു വിധിക്കുന്നവരാരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തോട് എതിരിടുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരാണോ സന്മാർഗം, സത്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം ഇതാണ് എന്ന് മനസ്സിലായിട്ടും അതിനോട് ബോധപൂർവം എതിരിട്ട് നിൽക്കുന്നവർ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ, അള്ളാഹുലും റസൂലിലും വിശ്വസിച്ചവർ, സ്വഹാബത്ത്, സലഫ് സ്വാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികൾ, യഥാർത്ഥ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവരുടെ മാർഗമല്ലാത്ത മറ്റു മാർഗങ്ങൾ, പുരോഗമന ചിന്താഗതികൾ, ലിബറൽ നയങ്ങൾ, ഫെമിനിസം, മോഡേണിസം, അതിനുമപ്പുറത്ത് എക്സ് മുസ്ലിമിസം, പച്ച നിരീശ്വരവാദം, അനിസ്ലാമികതകൾ, ഇസ്ലാമികേതര ആദർശങ്ങൾ, റസൂലുള്ളാഹിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം തെരഞ്ഞെടുക്കുന്നവരാരാണോ, അള്ളാഹു പറയുന്നു, നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചു കളയും, പിന്നീട് തിരിച്ചു വരാമെന്ന വ്യാമോഹത്തിന് പോലും പഴുതില്ലാത്ത വിധം. എന്നിട്ട് എവിടെ ചെന്ന് അവസാനിക്കും? വനുസ്ലിഹി ജഹന്നം, കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവരെ നാം കരിച്ചു കളയും. വസാഅത് മസീറ, അതെത്ര മോശമായ നീചമായ സങ്കേതമാണ്, മടക്കസ്ഥാനമാണ്. അഅദനല്ലാഹു വഇയ്യാക്കും, അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവിടുന്ന് പറഞ്ഞു, വജുഇലദ്ദില്ലതു വസ്സിഗാറു അലാ മൻ ഖാലഫ അംരി, നിന്ദ്യതയും അപമാനവും പതിത്വവും എന്റെ കൽപ്പനകളോട് എതിരിടുന്നവർക്കാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ഉമ്മത്ത് ലോകത്തിന്റെ ഏതേതു ദിക്കിൽ, ഏതേതു കോണിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അപമാനവും നിന്ദ്യതയും അനുഭവിക്കുന്നുണ്ടോ, അതിനടിസ്ഥാനപരമായ കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ, അവിടുത്തെ കൽപ്പനകളെ, അവിടുത്തെ മാർഗത്തെ അതിനെ കൈവിട്ടു എന്നതാണ്. അതാണ് അതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. ഭൗതികമായതിന് പല കാരണങ്ങളും മനുഷ്യന്മാർ കണ്ടെത്താമെങ്കിലും അടിസ്ഥാന കാരണം അള്ളാഹുവിന്റെ ദീനിനെയും അവിടുത്തെ റസൂലിന്റെ സുന്നത്തിനെയും മാർഗത്തെയും കൈവിട്ടു എന്നതാണ്. പ്രതാപം ആഗ്രഹിക്കുന്നുണ്ടോ? മുസ്ലിം ഉമ്മത്തിന്റെ വിജയം നമ്മൾ മോഹിക്കുന്നുണ്ടോ? ഐക്യം ആഗ്രഹിക്കുന്നുണ്ടോ? ഇസ്ലാമിന്റെ ഇസ്സത്ത് നമ്മൾ ശബ്ദിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക്, അവിടുത്തെ മാർഗത്തിലേക്ക് സമ്പൂർണമായി മടങ്ങുക എന്നതാണ് പരിഹാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സമ്പൂർണമായി ജീവിതത്തിൽ പകർത്താൻ ചാണിനു ചാണായി, മുഴത്തിനു മുഴമായി അവിടുത്തെ പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. മഹാനായ സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് നമുക്ക് റോൾ മോഡൽ. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ മക്കളോട് ആരാണ് മക്കളെ നിങ്ങൾ റോൾ മോഡൽ? ആരാണ് നിങ്ങൾ മോഡലായി, മാതൃകയായി സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ വല്ല സെലിബ്രിറ്റികളുടെയും പേര് പറയും, അതല്ലെങ്കിൽ വല്ല ഫുട്ബോൾ കളിക്കാരുടെയും പേര് പറയും, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേര് വെച്ച വല്ല ഫിലിം ആർട്ടിസ്റ്റിന്റെയും പേര് പറയും. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ, രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറയും, വാനോളം സംഘടനാ നേതാക്കളെ കുറിച്ച് പറയും, മതരംഗത്തുള്ളവർ. എല്ലാ അർത്ഥത്തിലും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ സമ്പൂർണമായി, ചാണിനു ചാണായി, മുഴത്തിനു മുഴമായി, സംശയലേശമന്യേ പിൻപറ്റപ്പെടാൻ, മാതൃകയാക്കപ്പെടാൻ, അനുധാവനം ചെയ്യപ്പെടാൻ, അനുസരിക്കപ്പെടാൻ അർഹതയുള്ളത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. അല്ലാഹു പറഞ്ഞതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിലാണ് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുള്ളത്. സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അർ റസൂലു ഹുവൽ മീസാനുൽ അക്ബർ, അല്ലാഹുവിന്റെ റസൂലാണ് ഏറ്റവും വലിയ തുലാസ്, ഏറ്റവും വലിയ അളവുകോൽ. വഅലൈഹി തുഅറദുൽ അശ്യാ, കാര്യങ്ങളെല്ലാം മാറ്റുരച്ചു നോക്കേണ്ടത് അവിടുത്തെ ജീവിതവുമായി തട്ടിച്ചു നോക്കിയാണ്. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ നിലപാട്,
നമ്മുടെ സമീപനം, നമ്മുടെ കമന്റ്സ്, നമ്മുടെ അഭിപ്രായ പ്രകടനം, നമ്മുടെ മിണ്ടാതിരിക്കൽ, നമ്മുടെ നിശബ്ദത പോലും, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ കച്ചവടം, നമ്മുടെ ഇടപാട്, നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ വൈയക്തിക രംഗം, നമ്മുടെ രാഷ്ട്രീയ ജീവിതം, നമ്മുടെ സാമൂഹ്യ ജീവിതം, നമ്മുടെ കിടപ്പറയിൽ, നമ്മുടെ ശുചിമുറിയിൽ, നമ്മുടെ ടേബിൾ, ഭക്ഷണ ടേബിളിൽ എവിടെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക നമുക്കില്ലാത്തത്? എവിടെയാണ് സഹോദര? നാട്ടിൽ, വീട്ടിൽ, ആൾക്കൂട്ടത്തിൽ, ഏകാന്തതയിൽ, വിദേശത്ത്, സ്വദേശത്ത്, ദരിദ്രനിൽ, പാവപ്പെട്ടവനിൽ, അശരണരിൽ, അനാഥകളിൽ, അഗതികളിൽ, വിധവകളിൽ, ഭാര്യയിൽ, ഭർത്താവിൽ, പിതാവിൽ, മാതാവിൽ, മകനിൽ, മകളിൽ, മരുമകനിൽ, മരണാധികാരിയിൽ, മരണീയരിൽ എവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്കില്ലാത്തത്? ഫഅലൈഹി തുഅറദുൽ അശ്യാ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതവുമായി മാറ്റുരച്ചു നോക്കണം ഏതേത് രംഗവും. ഫമാ വാഫഖഹു വഹുവൽ ഹഖ്. അവിടുത്തെ ജീവിതവുമായി, വാക്കായി, പ്രവൃത്തിയായി, ചിന്തയായി, സമീപനമായി നമ്മുടെ സമീപനം യോജിക്കുന്നുണ്ടോ അത് മാത്രമാണ് സത്യം. വല്ലാഹി തല്ലാഹി സുമ്മ ബില്ലാ, അത് മാത്രമാണ് സത്യം. വമാ ഖാലഫഹാ ഫഹുവൽ ബാത്തിൽ. അവിടുത്തെ ജീവിതമായി ഈ പറഞ്ഞ ഏതേത് രംഗമെടുത്തോ നിങ്ങൾ, നമ്മുടെ ജീവിതം എതിരിടുന്നുണ്ടോ അതാണ് ബാത്തിൽ, അതാണ് വ്യർത്ഥം, അതാണ് ഫലശൂന്യം. ഇത് മാത്രമാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ പിൻപറ്റാൻ, സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. നാലാമതായി ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എങ്ങനെയാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചത്, അതുപോലെ മാത്രമേ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാവൂ. വഅല്ലാ യുഅ്ബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ. അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് നിയമമാക്കിയതുപോലെ മാത്രമേ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ നമ്മൾ അനുഷ്ഠിക്കാവൂ, നന്മകൾ നമ്മൾ പ്രവർത്തിക്കാവൂ. അല്ലാത്തതെല്ലാം പ്രതിഫല ശൂന്യമാണ്, തിരസ്കരിക്കുന്നതാണ്, തള്ളപ്പെടുന്നതാണ്. മാത്രമല്ല, അത് നന്മയായ ഒരാൾ ചെയ്താൽ അവന്റെ ആ നന്മ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മുടെ ഉമ്മ നമ്മെ കേൾപ്പിച്ചില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ കരങ്ങളിലൂടെ പൂർത്തീകരിച്ചു തന്ന സമ്പൂർണമാക്കിയ ദീൻ, ഇതിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. ദീൻ പൂർത്തിയായി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് നമുക്കറിയാലോ, സൂറത്തുൽ മാഇദയിലെ ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങിയ ആയത്ത്. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞ ഈ ദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മയും ഞങ്ങളെ അറിയിക്കാതെ പോയിട്ടില്ല, ഒരു തിന്മയും ഞങ്ങളിൽ നിന്ന് വിലക്കാതെ അവിടുന്ന് പിരിഞ്ഞിട്ടില്ല. ആകാശത്തുകൂടെ, ആകാശത്തിന്റെ നീലവിഹായസിൽ ചിറകിട്ടടിക്കുന്ന ഒരു പറവയുടെ വിഷയത്തിൽ പോലും നന്മയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അറിയിക്കാതെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ സ്വഹാബത്തിന്റെ തിരുനാവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ബുദ്ധിയുള്ളവനെ മനസ്സിലാക്കാവുന്ന ഈ ദീനിൽ ഇനിയൊരു മൗലീദിനോ, ഒരു റാത്തീബിനോ, ഒരു കുത്തുബിയത്തിനോ, ഒരു ഹദ്ദാദിനോ, ഒരു മാലക്കോ, ഒരു സ്വലാത്തിനോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത ഒരു ദിക്റിനോ ഒന്നിനും സ്ഥാനമില്ല. ആരെങ്കിലും അത് ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തിരസ്കരിക്കപ്പെടുന്നതാണ്, അത് തള്ളപ്പെടുന്നതാണ്, അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതാണ്, അവന് തൗബ ചെയ്യാൻ അവസരം നിഷേധിക്കപ്പെടുന്നതാണ്. അത്തരം കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാ. ബിദ്അത്തുകൾ അത് നന്മയുടെ രൂപത്തിലേ വരുമോ? അല്പസമയം കൂടി നിങ്ങളോട് സംസാരിക്കുകയാണ്, അല്പസമയം കൂടി. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന മഅസിയത്തുകളെക്കാൾ, സാമൂഹിക തിന്മകളെക്കാൾ, മദ്യപാനവും വ്യഭിചാരവും പലിശയും പോലെയുള്ള, കൊള്ളയും കൊലപാതകങ്ങളും അരുതായ്മകളും പോലെയുള്ള വൻപാപങ്ങളെക്കാൾ അപകടകരമാണ്. കാരണം എന്താ? അങ്ങനെയുള്ള പാപങ്ങൾ, തിന്മകൾ ആളുകൾക്കറിയാം അത് തിന്മയാണെന്ന്, അത് ശരിയല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ട്, സാധ്യത കൂടുതലാണ്. പക്ഷേ ബിദ്അത്തുകൾ ചെയ്യുന്നവർ, എന്താണ് ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ? പുണ്യമല്ലേ, നന്മയല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, മൗലൂദല്ലേ, റാത്തീബല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, മിഠായി കൊടുക്കലല്ലേ, മദ്ഹ് പറയലല്ലേ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിക്കോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത
നന്മയുടെ രൂപത്തിൽ ദീനിൽ കടത്തിക്കൂട്ടുന്നവ, അതിനാണ് ബിദ്അത്തുകൾ എന്ന് പറയാൻ, ആചാരങ്ങൾ എന്ന് പറയാ. അത് നന്മയുടെ കോലത്തിലേ വരൂ. ബിദ്അത്തായ മദ്യപാനുണ്ടോ? ബിദ്അത്തായ പലിശയുണ്ടോ? വ്യഭിചാരമുണ്ടോ? ഇല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് നന്മയുടെ രൂപത്തിലേ വരൂ. അവിടെ നല്ലത് ചീത്തത് എന്ന് വേർതിരിക്കാൻ വകുപ്പില്ല. ബിദ്അത്ത് നല്ല കോലത്തിൽ വരൂ. ചില മൗലവിമാര് പറയും ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നല്ലതുണ്ട് ചീത്തയുണ്ട്, നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല ബിദ്അത്തുകളാണ്. അങ്ങനെ നല്ലത് ചീത്തത് എന്ന ബിദ്അത്തിന്, വ്യവച്ഛേദനത്തിന് പഴുതില്ലാത്ത വിധം റസൂലുള്ളാഹി എല്ലാ ഖുതുബന്റെ തുടക്കത്തിൽ സ്വഹാബത്തിനെ കേൾപ്പിച്ച ഖുതുബത്തുൽ ഹാജയിലെ വാചകങ്ങളിൽ പെട്ടതാണ് കുല്ലു ബിദ്അത്തിൻ ദലാല. എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. കുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തും നരകത്തിലേക്കാണ്. അതുകൊണ്ട് കരുതിയിരിക്കുക. തിന്മകളെക്കാൾ, മാസിയത്തുകളെക്കാൾ, വൻപാപങ്ങളെക്കാൾ നന്മയുടെ രൂപത്തിൽ ദിക്റിന്റെയും സ്വലാത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും രൂപത്തിൽ റസൂലുള്ളാഹിയിലേക്ക് ചേർത്തപ്പെടാത്ത നന്മകളുടെ രൂപത്തിൽ കടന്നു വരുന്ന ബിദ്അത്തുകൾ എന്ന മഹാമാരിയെ നമ്മൾ കരുതിയിരിക്കുക. അതിന്റെ പ്രചാരകരെ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ തൗബ പോലും നിരസിക്കപ്പെടാൻ അത് കാരണമാകും. കാരണം എന്താ? നന്മയാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യില്ല, അതിലായി മരിക്കപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരലോകത്ത് ഇവർക്ക് ലഭിക്കുന്ന ഭയാനകമായ നിന്ദത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ, അതിൽ നിന്ന് അവിടുന്ന് തന്റെ ഉമ്മത്തിന് പാനജലം പകർന്നു നൽകുമ്പോൾ ഒരു കൂട്ടർ വരികയാണ്. അവർക്കും റസൂലുള്ളാഹിക്കും ഇടയിൽ മറയിടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവരെന്റെ ഉമ്മത്താണല്ലോ, എന്തുകൊണ്ട് അവർക്ക് മേൽ മറയിടപ്പെട്ടു? പറയപ്പെടുമെന്നാണ്, നബിയെ, താങ്കൾക്ക് ശേഷം താങ്കൾ ദീനിലില്ലാത്തത്, താങ്കൾ കാണിച്ചു കൊടുത്ത ദീനിലില്ലാത്തത്, ദീനിനെ പകരമാക്കിയത്, ദീനിനെ മാറ്റിമറിച്ചത് താങ്കൾക്ക് അറിവില്ലാതെ പോയി. അവരങ്ങനെ ചെയ്തവരാണ്, ബിദ്അത്തിന്റെ വക്താക്കളാണ് അവർ. അത് കേൾക്കേണ്ട താമസം അവിടുന്ന് പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ഞാൻ പകർന്നു നൽകിയ ദീനിനെ മാറ്റിമറിച്ച ഇക്കൂട്ടർക്ക് നാശം, അവർ വിദൂരെ പോകട്ടെ എന്ന് റസൂലുള്ളാഹി മഹ്ശറാവൻ സഭയിൽ അവരാക്ഷേപിക്കുന്ന നിന്ദതയുടെ പടുകുഴിയിലെത്തുമെങ്കിൽ അതിന്റെ കാരണം ബിദ്അത്തുകളാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നന്മ അതെത്ര നിസാരമാകട്ടെ, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ സന്നിധിയിൽ, അതല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ സന്നിധിയിൽ, രണ്ടാളൊരു സ്വഹാബി, ഒരു മനുഷ്യൻ തുമ്മിയപ്പോ സാധാരണ എന്താ നമ്മൾ പറയാ? തുമ്മിയാൽ അൽഹംദുലില്ലാ എന്നാ പറയാല്. അയാൾ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് കൂടി ചേർത്ത് പറഞ്ഞു. ഹംദിനൊപ്പം സ്വലാത്തും കൂടി കൂട്ടിച്ചേർത്തു. സഹാബി പറഞ്ഞു, ഇത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലൽ നല്ലത് തന്നെയാണ്, പക്ഷേ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് മാത്രം പറയാനേ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു സ്വലാത്ത് പോലും റസൂലുള്ള പഠിപ്പിക്കാത്തടത്ത് ചൊല്ലാൻ സഹാബത്ത് ആരെയും അനുവദിച്ചിട്ടില്ല. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സ്വഹാബത്തിലേക്കോ ചേർത്തപ്പെടാത്ത എത്രയോ സ്വലാത്തുകളാണ് ഇവിടുത്തെ മൗലവിമാർ പഠിച്ചുണ്ടാക്കിയിട്ടുള്ളത്. നാരിയ സ്വലാത്ത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്ത് അഡ്രസ്സാണ് അതിനുള്ളത്? അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പോലും റസൂലുള്ള പഠിപ്പിക്കാത്തടത്ത് പറയാൻ അനുവദിക്കാത്ത സ്വഹാബത്തിന്റെ മാർഗമാണോ ഇത്? മറ്റൊരിക്കൽ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച തശഹുദിൽ ബിസ്മില്ല എന്ന് കൂട്ടിച്ചേർത്തു. നമ്മൾ അത്തഹിയാത്ത് ചൊല്ലുമല്ലോ നിസ്കാരത്തിന്റെ അവസാനത്തിൽ, അവിടെ ബിസ്മില്ല അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്ത്, ആദ്യം ഒരു ബിസ്മിയെ കൂട്ടിച്ചേർത്തു. അപ്പൊ സ്വഹാബി ചോദിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ ചോദിച്ചത്, നീ എന്താ ഭക്ഷണം കഴിക്കുകയാണോ എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ല പഠിപ്പിച്ചത് എവിടെയാണ്? ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പ്രത്യേകം അവിടുന്ന് കാരണം നിശ്ചയിച്ച കാര്യങ്ങളിലാണ്, അതല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ റസൂലുള്ള പ്രത്യേകം പഠിപ്പിച്ച കാര്യങ്ങളിലാണ്. തശഹുദ് ഓതുമ്പോൾ തഹിയ്യാത്ത് ഓതുമ്പോൾ ബിസ്മി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു ബിസ്മി പോലും ചൊല്ലാൻ നമുക്ക് അനുവാദമില്ല. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നന്മകളായി നമ്മൾ ചെയ്യുന്നത് ദിക്റാകട്ടെ, സ്വലാത്താകട്ടെ, പുണ്യമാകട്ടെ, ഖൈറാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് അത് കാണിച്ചു തന്നിട്ടുണ്ടോ?
എന്ന് തെളിവന്വേഷിക്കാൻ നമുക്ക് ബാധ്യസ്ഥനാണ്. അതാര് പറഞ്ഞാലും ശരി, എത്ര വലിയ ഉസ്താദാണെങ്കിലും ശരി, തങ്ങളാണെങ്കിലും ശരി, മൗലവിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അള്ളാന്റെ റസൂൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ, സ്വഹാബത്തിന് ഇത് പരിചയമുണ്ടോ എങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ അത് വഴികേടാണ്, ബിദ്അത്താണ്, നരകത്തിന്റെ മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള കടമകളിൽ നമ്മൾ അവസാനമായി ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതാണ്. അതിനപ്പുറത്ത് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അവസാനമായി പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അവിടുത്തെ മാർഗം പഠിക്കുക. നമ്മൾ ജീവിതത്തിൽ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ഒഴിഞ്ഞു വെക്കുന്നു. ദിവസത്തിൽ 1 മണിക്കൂർ, അതല്ലെങ്കിൽ ഒരല്പം നിമിഷങ്ങൾ, എന്നും ജീവിതത്തിൽ എന്നും എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ നിന്ന്, പുതിയ ദുആകൾ, ദിക്റുകൾ, ഖുർആനിലെ ഒരു ആയത്ത്, ഇങ്ങനെ ഒരു ദിവസം പഠിക്കാത്തത് അടുത്ത ദിവസം, ഇങ്ങനെ ഓരോ ദിവസവും ദീനിൽ നിന്നുള്ള ഓരോ നന്മകളും അറിവുകളും പഠിക്കാൻ നമ്മൾ ശ്രദ്ധാലുക്കളാകണം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കണം, റസൂലുള്ളാഹിയുടെ സുന്നത്ത് പഠിക്കണം, തൗഹീദ് പഠിക്കണം, ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഗൗരവം മനസ്സിലാക്കണം, അത് പഠിച്ചു പ്രവർത്തിക്കണം. എന്നിട്ട് ആളുകൾക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്ക്, അയൽവാസികൾക്ക്, നാട്ടുകാർക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കണം. അതിനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മുടെ ഈ പദ്ധതി, നമ്മുടെ ഈ പ്രോഗ്രാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുമൊഴിമുത്തുകൾ, ഹദീസുകൾ, ഈ ഉമ്മത്തിന് ഏറ്റവും അധികം പകർന്നു നൽകിയ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാരിൽ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബി ആരാണ്? അദ്ദേഹം അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖ്ർ അദ്ദൗസി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് നൽകിയ 5 ഉപദേശങ്ങൾ, 5 മഹത്തായ ഉപദേശങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് അവസാനമായി വസിയത്തായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുപദേശിക്കുന്നു. യാ അബാ ഹുറൈറ, കുൻ വരിഅൻ തകുൻ മിൻ അഅബദിൻ നാസ്. ഓ അബൂ ഹുറൈറ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, അല്ലാഹു ഹറാമാക്കിയത് ഏതു സാഹചര്യത്തിലും ഏതവസരത്തിലും അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കുന്ന, അല്ലാഹു നിർബന്ധമാക്കിയത് പ്രവർത്തിക്കുന്ന സൂക്ഷ്മാലുവായി അല്ലാഹുവിനെ ഭയക്കുന്നവനായി നീ മാറുക അബൂ ഹുറൈറ. തകുൻ മിൻ അഅബദിൻ നാസ്, എങ്കിൽ അല്ലാഹുവിനെ ഏറ്റവും നന്നായി ആരാധിക്കുന്ന ആബിദായി നിനക്ക് മാറാം. ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, വർള ബിമാ ഖസ്സമ അല്ലാഹു ലക് തകുൻ മിൻ അഗ്നൻ നാസ്. ഓ അബൂ ഹുറൈറ, അല്ലാഹു നിനക്ക് വിധിച്ചതെന്താണോ, അല്ലാഹു നിശ്ചയിച്ച ഉപജീവനം എത്ര തുച്ഛമാണോ, മാസത്തിൽ 10 രൂപ വെച്ചുള്ളൂ, വർഷാവസാനം 100 രൂപ വെച്ചുള്ളൂ, അന്നത്തേക്കുള്ള കൂത്ത്. റസൂലുള്ളാഹിന്റെ ചോദ്യം അതായിരുന്നു ദുനിയാവിൽ. അല്ലാഹുമ്മ റിസ്ക, അല്ലാഹുമ്മ ജഅൽ റിസ്ക ആലി മുഹമ്മദിൻ ഖൂത. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന്റെ റിസ്ക്, ഉപജീവനം, അന്നത്തേക്കുള്ള അന്നത്തിന്റെ വക നൽകണമേ എന്നായിരുന്നു. ഒരു ദിവസത്തേക്കുള്ള അന്നം അത് ലഭിച്ചാൽ, നിർഭയത്വമുണ്ടായാൽ, ആരോഗ്യമുണ്ടായാൽ, ആ ദിവസം ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിച്ചവനെ പോലെയാണ് അവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് അല്ലാഹു നൽകിയത്, നിശ്ചയിച്ചത്, അതിൽ നീ തൃപ്തിപ്പെട്ടാൽ ദുനിയാവിൽ എത്ര തുച്ഛമാണെങ്കിലും നീയായിരിക്കും ദുനിയാവിലെ ഏറ്റവും സമ്പന്നൻ, ധന്യൻ. മനസ്സിൽ സമ്പത്ത് കൊരുത്തവൻ നീയായിരിക്കും. അതെ, മാനസിക ധന്യതയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാഹു നിശ്ചയിച്ചതിൽ തൃപ്തിയടയുക രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ സമ്പന്നന്റെ അടയാളമാണത്. മൂന്നാമത്തെ കാര്യം, വഹിബ്ബ ലിൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ മാ നുഹിബ്ബു ലിനഫ്സിക് മാ തുഹിബ്ബു ലിനഫ്സിക് വഅഹ്ലി ബൈതിക് വക്റഹ് ലഹും മാ തക്റഹു ലിനഫ്സിക് വഅഹ്ലി ബൈതിക് തകുൻ മുഅ്മിനൻ. നീ സർവ്വ മുസ്ലിമീങ്ങൾക്കും, ലോകത്തിന്റെ നാനാദിക്കിലുമുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും നിനക്കും നിന്റെ കുടുംബത്തിനും ഇഷ്ടപ്പെടുന്നതെന്തോ, ഐഹികവും പാരത്രികവുമായ നീ ആഗ്രഹിക്കുന്ന നന്മകൾ എന്തൊക്കെയുണ്ടോ, ലോകത്തിലെ എവിടെയുള്ള മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും നീ അത് ഇഷ്ടപ്പെടണം. നിനക്കും നിന്റെ കുടുംബത്തിനും നീ വെറുക്കുന്ന എന്തൊക്കെ ദോഷങ്ങളുണ്ടോ, ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ, ലോകത്തിലെ സകല മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും നീ വെറുക്കണം. എങ്കിൽ തകുൻ മുഅ്മിനൻ, നീയാകുന്നു യഥാർത്ഥ മുഅ്മിൻ, നീയാകുന്നു യഥാർത്ഥ ഈമാനുള്ളവൻ. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥ മുഅ്മിനിന്റെ നിർവചനം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. നാലാമതായി,
വജാവിർ മൻ ജാവർത ബിഇഹ്സാനിൻ തകുൻ മുസ്ലിമ. നിനക്ക് യഥാർത്ഥ മുസ്ലിമാകണോ, നിന്നോട് സഹവസിക്കുന്നവൻ, നിന്നോട് സഹചരിക്കുന്നവൻ, നിന്നോട് കൂട്ടുകൂടുന്നവൻ ആരാകട്ടെ, എവിടെ വെച്ചാകട്ടെ, ആരുമാകട്ടെ, നിന്നോട് ചേർന്ന് നിൽക്കുന്ന, നിന്നോട് കൂട്ടുകൂടുന്ന, നിന്നോട് സഹവസിക്കുന്ന ആരാണെങ്കിലും അവനോട് നീ നന്മയിൽ നിലകൊള്ളുക, നന്മ മാത്രം അവന് കാഴ്ചവെക്കുക. തകുൻ മുസ്ലിമൻ, എങ്കിൽ നിനക്ക് യഥാർത്ഥ മുസ്ലിമായി തീരാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നാലാമത്തെ ഉപദേശം. അഞ്ചാമതായി, വഇയ്യാക വകസ്റത്തൽ ളഹിക് ഫഇന്ന കസ്റത്തൽ ളഹികി ഫസാദുൽ ഖൽബ്. ഓ അബൂ ഹുറൈറ, നീ ചിരിയും തമാശയും അധികരിപ്പിക്കുന്നത് സൂക്ഷിക്കണം. ഫഇന്ന കസ്റത്തൽ ളഹികി ഫസാദുൽ ഖൽബ്. ചിരിയും തമാശയും അത് ഹൃദയത്തിന് ദോഷം ബാധിപ്പിക്കുന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ തുമീതുൽ ഖൽബ്, നിന്റെ ചിത്തത്തെ മരിപ്പിച്ചു കളയുന്നതാണ്, നിന്റെ ഹൃദയത്തെ നിർജീവമാക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കളിയല്ല, വിനോദമല്ല, തമാശയല്ല, ചിരിയല്ല, കോമാളിത്തരമല്ല, ഈ ഗൗരവമുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള യാത്രയിൽ, പരലോകത്തേക്കുള്ള പാതയെ ഒരുക്കുന്ന, സ്വർഗ്ഗഭൂമിയിൽ ഇടം പിടിക്കാനുള്ള മത്സര പരീക്ഷയിൽ, പരീക്ഷണാലയത്തിൽ നന്മകൾ ഏറ്റവും നന്നായി അല്ലാഹുവിന് മാത്രം അവന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് വകവെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മാത്രം, ആ മാർഗത്തിൽ മാത്രം ചലിച്ച് ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹുവിന്റെ റസൂലിനോടും സ്വഹാബത്തോടും സിദ്ദീഖുകളോടും ശുഹദാക്കളോടും സാലിഹീങ്ങളോടുമൊപ്പം വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാർ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ആ മഹാ സൗഹൃദ വലയത്തിൽ മരിക്കാതെ സുഖിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.